അത് വീണ്ടും നമ്മൾ പുട്ടിയിട്ടേക്കാണ് കേട്ടോ. കാറടിക്കണ പോലെ പെർഫെക്ഷനിലാണ് ഇവിടെ പെയിന്റിങ്. ഇതാണ് കാരവാൻ അല്ലേ. നമ്മള് നെയിം ബോർഡ് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനിയിപ്പോ നെയിം ബോർഡ് വേണ്ട. ഇതാണ് ജായ് സെറ്റപ്പ് പരിപാടി. നിൽക്കുമ്പോൾ വണ്ടിക്ക് ഒരു ഭംഗി കുറവാണ്. ഈ അടിപൊളി ഇതിലാണ് കറക്റ്റ് ആയിട്ട് AC മുകളിൽ നിന്ന് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. സാംസങ്ങിന്റെ ഓവൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ ഈ ഫ്രിഡ്ജിലേക്ക് അങ്ങനെ എടുത്ത് വെക്കുക. ഒരു ടോയ്ലറ്റിൽ പോകാനുള്ള സംവിധാനം ഇനി ലീവ് എടുക്കരുതിട്ട് ഈ കഴിയണവരെന്ന് സ്പ്രേ ചെയ്യണ സംവിധാനങ്ങൾ ഉണ്ടല്ലോ. അത് എത്ര സൈസാ നോക്കി കണ്ടോ. അങ്ങനെ തുറക്കാനും അടയ്ക്കാനും പറ്റും. ഇതിലും സ്പോട്ട് പുട്ടിയാണോ എന്നത് നമ്മളിപ്പോ അല്ല. നാളെയൊക്കെ വരുമ്പോ മുകളിലത്തെ സാധനത്തിന്റെ അച്ചെടുത്ത് അത് അതിനകത്ത്. ഇന്നലെ നമ്മള് ഇവിടെ വന്നപ്പോ കണ്ട വണ്ടി അല്ല പോവാ. ഞാൻ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് സിനിമ നടൻ. അപ്പൊ ഇന്ന് രാവിലെ വീണ്ടും 4 എണ്ണം കൂടി വന്നു. അതേ നമ്മളുടെ വണ്ടിയുടെ ഉള്ളിൽ കണ്ട് 6 സൂട്ടാക്കിയിട്ട് നമ്മൾ കാരണം ഓവർ ടൈം എടുത്തിട്ട് അതിനും പണി അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്ത് ഒറ്റയടിക്ക് തീർക്കാം. അമ്മ കിട്ടില്ല വണ്ടി കേട്ടാ. താഴ്ച കിട്ടിയിട്ടില്ല. അതായത് മുകളിൽ കാല് വയ്ക്കുമ്പോൾ വലിയ ഇത് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ താഴ്ത്ത് ഇങ്ങനെ തന്നെ മതി. പക്ഷെ കാണാൻ നല്ല ഭംഗിയായിട്ട് കേട്ടോ, കുഴപ്പമൊന്നും. ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഇന്ന് നിൽക്കുന്നത് നമ്മുടെ സീറ്റ് അടിക്കാൻ കൊടുത്ത സ്ഥലത്താണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ സീറ്റ് ഇവിടുന്ന് നമ്മളുടെ വണ്ടിയിൽ കയറുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. കയറുകയാണെങ്കിൽ കുറച്ച് എനിക്ക് തോന്നുന്നു ഫുൾ ലെങ്ത് ഉള്ള ബെർത്ത് കയറാൻ ചാൻസ് ഇല്ല. പക്ഷെ ഈ ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റും ഇതിനകത്ത് കയറ്റാൻ പറ്റുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കയറുകയാണെങ്കിൽ ഞാൻ ഇതിൽ തന്നെ വെച്ച് കൊണ്ടുപോകും. ഇല്ല വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇക്കയുടെ ഇന്നോവയിൽ വെച്ചിട്ടാണ്. ഇന്നോവയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 അടി ഇതുണ്ട്. നമ്മളുടെ ആകുമ്പോൾ സീറ്റ് മടക്കി വെച്ച് കഴിഞ്ഞാൽ വെക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ വെക്കാം. അപ്പം നോക്കി നോക്കട്ടെ. നമ്മൾ സീറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് സീറ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ ഇരിക്കുന്നത്. ഗ്രേ കളർ തന്നെയാണ്. നമ്മൾ ഡാർക്ക് ഗ്രേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലാക്ക് പോലെയാണ് നിലവിൽ തോന്നുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ എന്താ പറയുക, ഇവിടുന്ന് ഒരു സ്റ്റിച്ചിങ്, അതേപോലെ ഇവിടുന്ന് ഒരു സ്റ്റിച്ചിങ്, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് കിടത്തി ഇടുകയാണെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളിത് ഫോമൊക്കെ വെച്ച് ആണെങ്കിൽ കുറച്ച് സൈഡൊക്കെ പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനുള്ള പോസൊക്കെ ആയേനെ. അതുപോലെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇതൊക്കെ കുറച്ച് വീർപ്പിച്ചൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ നമുക്കിത് മടക്കി ഇടുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ നമുക്ക് കിടക്കാനും കാര്യത്തിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മടക്കി ഇടണോണ്ട് നമുക്ക് കിടക്കാനും കാര്യത്തിനും വല്ല ബെഡൊക്കെ ഇടണമെന്ന് ഇതിന്റെ മുകളിൽ ഇട്ട് പോകാൻ ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്നത് കൊണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഉള്ളത് കൊണ്ട് നമ്മൾ കൂടുതൽ സ്പോർട്ടും കാര്യങ്ങളൊന്നും വെച്ചില്ല. പിന്നെ ഇത് പൊതുവെ മറ്റേനെ വെച്ചിട്ട് ലേശം കൂടുതൽ ആക്കിയിട്ടുണ്ട്. ഡ്രൈവർ സീറ്റിന് പിന്നെ വലിയ പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡ് കുറച്ച് നമ്മൾ ഒന്ന് കൂട്ടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അടിവശം നമ്മളുടെ ആകെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇപ്പൊ മൊത്തത്തിൽ കാണുമ്പോൾ നല്ല അടിപൊളി സീറ്റായില്ലേ. അപ്പോൾ അതാണ് ഇനിയിപ്പോൾ നമുക്ക് അവിടെ കൊണ്ടുപോയിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവമൊക്കെ മൊത്തം ഒന്ന് പെയിന്റ് ചെയ്ത് എടുക്കണം കേട്ടോ. അങ്ങനത്തെ ഒരു ചെറിയ പരിപാടി ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെയിന്റ് ഒക്കെ ആകെ വൃത്തികേടായിട്ട് നിൽക്കണം. ഇനി അത് പെയിന്റ് അടിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഇത് നമ്മൾ പെയിന്റ് അടിക്കണം. എന്താ പറയുക, നമ്മളുടെ ഇതിന്റെ അടിയൊക്കെ. പിന്നെ ഇവിടെ ഒരു ഫുഡ് റെസ്റ്റ് ഉണ്ട് സീറ്റിന്. പിന്നെ ഇവിടെ ലോക്കർ, ഇതൊരു ലോക്കർ ബോക്സ് ആണ് കേട്ടോ. ഈ സാധനം നിലവിൽ എന്താ പറയുക, അതൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച് ക്ലിയർ ആക്കി എടുക്കണം. അത് പൂട്ടിയിട്ട് വെക്കണതുകൊണ്ടാണ് ചേട്ടാ. അപ്പോൾ ഓൾറെഡി പെയിന്റ് എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇത് എന്തിട്ടായിരുന്നു ഹോള്, രണ്ടാമത് ഹോൾ അടിച്ചതാണോ? ഇത് മറ്റേ ഇതാണ് നമ്മുടെ വണ്ടിമേലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലേ? അത് വണ്ടിയിൽ തന്നെ കിടക്കണേ അല്ലേ ആ ക്ലാമ്പൊക്കെ? ഓക്കെ, വലിയ വേണ്ട. പിന്നെ ഇത് മറ്റേ ക്ലിപ്പ് ഇടുന്ന സാധനമല്ലേ, നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് ക്ലിപ്പ് ഇടുന്ന സാധനം. പിന്നെ ഇത് നമ്മൾ പൊക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലേ? ഇത് ഇങ്ങനെ ഇതടിച്ചുകൊണ്ട് പോകുന്നില്ലല്ലോ? അല്ല, ഇങ്ങനെ രണ്ട് സ്റ്റാപ്ലർ അടിച്ച അഡീഷണൽ ആണ്. ഞാൻ വിചാരിച്ചേ അതിങ്ങനെ പൊട്ടിപ്പോ. ഓക്കെ, കുഴപ്പമില്ല. നമുക്കിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ചെളിയാൻ വേണ്ടിയിരിക്കുക ഇതല്ലേ കളർ നല്ലത്. കൂടുതൽ ആർഭാടം കാണിച്ച് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതാണെങ്കിലും പൊക്കി അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാവാൻ ബുദ്ധിമുട്ടല്ല. ഇങ്ങനെ മടങ്ങാനായിട്ട് മടക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാനും വിചാരിച്ചത് ഇങ്ങനെ തന്നെ മതി. പക്ഷെ കാണാൻ നല്ല ഭംഗിയായിട്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മുടെ പെയിന്റിങ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുത്തൻ സീറ്റ് പോലെ. അതെ, ഇപ്പൊ അടിയിലത്തെ മൊത്തം നമ്മൾ വെൽഡ് ചെയ്തില്ലേ, മറ്റേ ആ നെറ്റ് പോലത്തെ സാധനമൊക്കെ, അതുപോലെ അതിന്റെ മടിയൊക്കെ പെർഫെക്റ്റ് ആക്കി. ഇനി പെയിന്റ് അടിക്കണം കൊണ്ടുപോയിട്ട് അടിവശം അല്ല, വെൽഡ് ചെയ്ത് കൊടുത്ത് ചെയ്യില്ല. അപ്പൊ ഇക്കോടൊന്ന് ചോദിച്ചു നോക്കിയോട്ടെ, പറ്റുകയാണെങ്കിൽ ഇതിന്റെ അടിവശം കിടത്തിയിട്ടിട്ട് ആ വെൽഡ് ചെയ്ത സ്ഥലത്തൊക്കെ ഒരു ഇതുണ്ട്, എന്താ പറയാ, ഗ്രില്ല് പോലത്തെ സംഭവമാണ് ഇതിന്റെ. പോവാനെ ഇതിന്റെ ക്ലോത്ത് ഊരി എടുത്തായിരുന്നു. അപ്പോ
സീറ്റിന്റെ ക്ലോത്ത് സീറ്റ് മൊത്തം ഒടിഞ്ഞു പോയായിരുന്നല്ലോ. ഉവ്വ. അപ്പൊ അടിവശത്ത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്ലോത്ത് മാത്രമേ ഉള്ളൂ. മുകളിലുള്ള ക്ലോത്ത് അടിയിലേക്ക് എടുത്തിട്ടു. അടിയിലേക്ക് തള്ളി പോവാതിരിക്കാനായിട്ട്. ഉവ്വ ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒന്നും അതേപോലെ ക്ലോത്ത് എടുത്തിട്ടില്ല, നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട. വന്നിട്ടില്ല, പുറത്തെ കവർ മാത്രം വന്നിട്ടുള്ളൂ. അതേപോലെ ഇതിന്റെ നമ്മള് ഒന്നും ചെയ്തിട്ടില്ല ഇതും. അപ്പൊ ഇതിന്റെ മാത്രമാണ് അടിവശം എടുത്തിട്ടുള്ളൂ, അതേപോലെ അതിന്റെ അടിവശം എടുത്തിട്ടുണ്ടാവും അല്ലെ? കവറെന്ന് പറയാനുണ്ടായില്ല. ഇല്ല ഞാൻ കണ്ടായിരുന്നു, അവിടെ പൊടിയായി പോയായിരുന്നു. അപ്പൊ എന്തായാലും കാര്യങ്ങൾ ഉഷാറായിട്ട് ഇനി ഞങ്ങൾ ഇതൊന്ന് വണ്ടിയിലേക്ക് എടുത്ത് വെച്ച് നോക്കട്ടെ. പറ്റുമെന്ന് നോക്കി നോക്കാം, നമുക്ക് പറ്റുകയാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോവാം അല്ലേ? അതന്നെ, അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അതെ ഉവ്വ. അപ്പൊ ഞാൻ നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ നമുക്ക് ഇതില് സീറ്റ് അങ്ങോട്ട് മടക്കി വെച്ച് കഴിഞ്ഞാൽ കയറ്റാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ. സാധാരണ ഗതിക്ക് ഞാൻ എല്ലാം കയറ്റുന്നതാണ്, എങ്ങനെയെങ്കിലും കയറ്റി കൊണ്ടുപോവാറുണ്ട്. അപ്പോ നോക്കി നോക്കട്ടെ കേട്ടോ. നമ്മളുടെ വണ്ടിയുടെ ഉള്ളിൽ കണ്ട് 6 അടി ലെങ്ത് ഉള്ള ഫുള്ള് ബെർത്ത് സിമ്പിൾ ആയിട്ട് നമുക്ക് കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ. അതുപോലെ തന്നെ ഇത് ഡ്രൈവറുടെ സീറ്റ്, അത് ഇങ്ങോട്ട് മലത്തി വെച്ചു ഫുള്ള്. അതേപോലെ ഇത് കോ ഡ്രൈവർ സീറ്റ്, അതും 2 അതിൻ്റെ ഉള്ളിൽ കയറി. എല്ലാ സാധനങ്ങളും നോക്കിയേ, ഫുള്ള് സാധനങ്ങൾ സെറ്റാക്കിയിട്ടാ. 3 സീറ്റും കയറി, ബെർത്തും കയറി. ഇനിയിപ്പോൾ എന്തായാലും ഇക്കോട് അല്ലെങ്കിൽ പിന്നെ വണ്ടി എടുത്ത് വരാൻ പറയണ ഒന്നാണ്. ഇതിപ്പോൾ ഒന്നും ആവശ്യമില്ല, സുഖമായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിക്കൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് അവിടെ കൊണ്ടുപോകാൻ പറ്റിയ ഈ ഓട്ടം കാര്യങ്ങളൊന്നും വിളിക്കൊന്നും വേണ്ടല്ലോ. ഫുൾ പരിപാടികൾ കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ ചേട്ടൻ ഒരു ചെറിയ 2 അടപ്പ് പോലത്തെ സംഭവം ഉണ്ട്. അതായത് നമ്മുടെ ഡാഷ്ബോർഡിന്റെ അടപ്പ് മുകളിൽ സാധാരണ ഭാരത് ബെൻസിന് ഒന്നും വരില്ല. എനിക്ക് തോന്നുന്നു ടാറ്റയ്ക്ക് ആണെങ്കിൽ അത് ലോക്ക് ചെയ്യാൻ പറ്റുന്ന, തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡാഷ്ബോർഡിന് അടപ്പുകളുണ്ട്. ഇതിന് അതില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള പൊടി ഉള്ളിലേക്ക് പോകണ്ടെന്ന് വെച്ചിട്ട് ചേട്ടൻ പറഞ്ഞു കട്ട് ചെയ്തോട്ടോ. ചേട്ടനോട് ചോദിച്ചപ്പോൾ ആള് കട്ട് ചെയ്ത് ഇതേപോലെ ഒരു ഷേപ്പിൽ അടിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് ജസ്റ്റ് അടിച്ച് നമ്മൾ അവിടെ ഒരു എന്താ പറയുക പട്ട വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടപ്പ് പോലെ തന്നെ തോന്നും. നമുക്ക് അടച്ചു വെക്കാൻ പറ്റിയിട്ടല്ല, പൊടിയൊക്കെ ഉള്ളിലേക്ക് ഒറ്റയടിക്ക് കയറി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് സെയിം ഗ്രേ കളറിൽ തന്നെ അങ്ങനെ അടപ്പ് പോലെ നിന്ന് തുറന്ന് കിടക്കാണ്ടിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ അതുകൂടി ഒന്ന് അടിച്ചു തന്നതിന് ശേഷം അതും കൂടി കൊണ്ട് നേരെ അങ്ങോട്ട് പോകും. അപ്പൊ പെട്ടെന്ന് പണി കഴിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാനേ. അങ്ങനെയൊക്കെ എത്തിയിട്ടില്ല, സമയം നന്നായിട്ട് വൈകി. പിക്കാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പിക്ക അതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞു തന്നു അവിടുന്ന്. അപ്പൊ ഈ ചേട്ടൻ അടിച്ചു തരാമെന്നും പറഞ്ഞു. ഇനിയിപ്പോ അതുകൂടി അടിച്ച് നേരെ നമുക്ക് അങ്ങോട്ട് നീങ്ങാം. ഇതാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച സംഭവം. ഇത് കണ്ടോ, ഒരടപ്പ് പോലെ. ഇത് നമ്മളിവിടെ ഒരു സ്ക്രൂ ചെയ്ത് പട്ട പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ അടപ്പിച്ച് തുറന്നു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് നമുക്ക് കൈയിടാം. അങ്ങനത്തെ ഒരു സംഭവത്തിനാണ് കേട്ടത്. ഈ ചേട്ടൻ അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടു, ഒരെണ്ണം അടിച്ചു കഴിഞ്ഞു. അപ്പോൾ 2 വേണമല്ലോ നമുക്ക്. അപ്പോൾ 2 അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഡിഗ്രി കഴിഞ്ഞ് നമ്മുടെ പരിപാടി കഴിഞ്ഞു. നേരെ നമ്മൾ ഈ കട അവിടേക്ക് പോകാം. എന്തായാലും നമ്മളെല്ലാ സാധനവും സെറ്റ് ചെയ്ത് നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റിയിട്ടാ. ഇതിൽ നിന്നും മനസ്സിലായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എവിടെയെങ്കിലും യാത്രയൊക്കെ പോകുമ്പോൾ 6 അടിയുള്ള ബെഡ് വരെ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് കയറ്റി നമ്മളുടെ എന്താ പറയുക ഡ്രൈവർ സീറ്റ് ഒന്ന് കറക്റ്റ് അതിൻ്റെ സെൻറ്ററിലേക്ക് ഇങ്ങനെ ആ അളവനുസരിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക സെൻറ്ററിൽ ഒരു സപ്പോർട്ടുമായി, ഡാഷ്ബോർഡും ഒരു സപ്പോർട്ടായി, ബാക്കിൽ നമ്മുടെ സീറ്റ് കറക്റ്റ് അളവിൽ ചെരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലൊരു സപ്പോർട്ടൊക്കെ കഴിഞ്ഞാൽ 6 അടിക്ക് സുഖമായിട്ട് 2 സംഭവം ഇതിന്റെ മോളിക്കടെ ഡാഷ്ബോർഡിന്റെ അവിടേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റൂട്ടോ. വണ്ടിയിൽ 2 പേർക്ക് ഇങ്ങനെ എന്താ പറയുക ഫുൾ ലെങ്ത്തിൽ ഫുൾ ഇത് ബെഡ് പോലെ ആക്കിയിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും. അതിനുള്ളൊരു ഫീച്ചർ നമുക്ക് കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ എളുപ്പമാണ് കേട്ടോ. കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവണത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയാവും. ഇങ്ങനെ ഇത് 6 അടിയുള്ള ബെഡ് സുഖമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ 6-4 കയറും. അപ്പോൾ അത് എന്താ പറയുക ഫിക്സ് ചെയ്യണ സംഭവം മാത്രമാണ് സെറ്റ് ചെയ്യാവുള്ളൂ. അതും സെറ്റ് ചെയ്യൊന്നും വേണ്ട, ചെറിയ അഡ്ജസ്റ്റ്മെന്റിൽ വെക്കാൻ പറ്റും. നമുക്ക് കിടക്കല്ല വേണ്ടു, അതിനുള്ള അഡ്ജസ്റ്റ്മെന്റിൽ വെക്കാനും പറ്റും. അപ്പോൾ എന്തായാലും പരിപാടി അടിപൊളി. ഇത് കയറ്റിയ കാരണം നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി ഗൈസ്. അപ്പോൾ എന്തായാലും നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകട്ടോ. അങ്ങനെ നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് എത്തിയിനി ഇത് ആരോടെങ്കിലും പറഞ്ഞ് എടുത്ത് വെപ്പിക്കണം കേട്ടോ. പുറത്ത് ഇറക്കി വെക്കണം. ഈ വണ്ടിയുടെ ഉള്ളിൽ ഫുൾ സാധനങ്ങളായാലും എന്തെങ്കിലും ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങനെ പോവുകയാണെങ്കിൽ ബുദ്ധിമുട്ടാവും. വണ്ടി ഇടാൻ പോലും സൗകര്യമില്ല കേട്ടോ. അത്രയധികം വണ്ടികളായി, എന്തോരം വണ്ടികളാ നോക്കി. നമ്മുടെ ഗ്രേ ഒക്കെ അടിച്ചു കഴിഞ്ഞു. എൻ്റെ പൊന്നെ, നോക്കട്ടെ. ഇന്നലത്തേനെ വിട്ട് ഇന്ന് നമ്മുടെ വണ്ടിയുടെ അപ്ഡേഷൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ് കേട്ടോ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പൊ ഇന്നലെ നമ്മൾ പോയ സമയത്ത് തന്നെ നമ്മുടെ പെട്ടി മുഴുവൻ ഗ്രേ കളർ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടിയുടെ ഭാഗത്തേക്ക് 2ാം കോട്ടും അടിച്ചു കേട്ടോ. 2ാം കോട്ടും അടിച്ചു. അതുപോലെ തന്നെ ഫുൾ പെട്ടിയുടെ വർക്ക് ഫിനിഷ് ചെയ്തു. പിന്നെ ഇവിടെ വരുന്ന ചെറിയ ടച്ചപ്പും കാര്യങ്ങളും ഉള്ളൂ. ഓൾറെഡി നമ്മൾ ഈ ചെയ്സും അതുപോലെ തന്നെ ടാങ്കും സകല സാധനങ്ങളും അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്കൊക്കെ പെയിന്റ് തൂളിയിട്ടുണ്ട്. ഇനി അപ്പോൾ ഈ പെയിന്റ് തൂളിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരു പ്രാവശ്യം കൂടി നമ്മൾ ബ്ലാക്ക് ടച്ച് ചെയ്ത് കൊടുക്കും. അപ്പൊ അങ്ങനെ ഈ സൈഡ് മൊത്തം പ്രൈമറും അടിച്ച് സർഫേസറും അടിച്ച് അതിന് ശേഷം പെയിന്റ് 2 കോട്ട് അടിച്ച് ഇവിടുത്തെ ഫുൾ വർക്ക് നമ്മൾ പെയിന്റ് പണി തീർത്തിരിക്കുകയാണ് ബോഡിയിലെ. അതുപോലെ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഈ ബോഡി മഞ്ഞ കളറായിരുന്നു.
അതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ 3 കോട്ട് സർഫേസറും അതുപോലെ തന്നെ ആദ്യം പ്രൈമറും അടിച്ചതിന് ശേഷം പെയിന്റിങ്ങും കൂടി തീർത്തു. നമ്മളുടെ ബാക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഗ്രില്ലും കാര്യങ്ങളും നിലവിൽ നമ്മൾ വെച്ചിട്ടില്ല. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ടെസ്റ്റിന് പോയതിന് ശേഷമാണോ ഗ്രില്ല് വെക്കുന്നത്, അത് ഗ്രില്ല് വെക്കുന്നത് ടെസ്റ്റ് കഴിഞ്ഞ് വന്നിട്ടാണോ, അങ്ങനെയുള്ള സംഭവങ്ങൾ എനിക്ക് അറിയില്ല. അത് ഇക്കോട് ചോദിക്കണം. പിന്നെ അത് ചിലപ്പോൾ അത് വേണ്ട എന്നും പറയണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വണ്ടിക്ക് ഒരു ഭംഗി കുറവാണ്. ഈ ക്ലാമ്പിൽ നിന്നും ഒരു സംഭവം ഇങ്ങനെ ചെരിഞ്ഞ് വരുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ആ ക്ലാമ്പിൽ നിന്ന്. അപ്പോൾ ഈ ഒരു ഹുക്ക് കെട്ടാനായിട്ട് ബുദ്ധിമുട്ട് വരുമോ എന്നുള്ളത് അറിയില്ല. സാധാരണഗതിക്ക് മറ്റുള്ള വണ്ടികളുടെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് പെർഫെക്റ്റ് അറിയില്ല. ഞാൻ കണ്ടിട്ടുള്ളത് ഈ ബ്രേക്കിന്റെ ലൈറ്റ് ഇതിന്റെ മുകളിൽ നമ്പർ പ്ലേറ്റ് ഇരിക്കുന്ന സ്ഥലത്തും ഈ നമ്പർ പ്ലേറ്റ് ഇരിക്കുന്നത് സാധാരണ താഴ്ത്തുമായിട്ടാണ് എല്ലാ വണ്ടികളുടെയും കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ വണ്ടിയുടെ മാത്രം തിരിച്ചാ മറിച്ചാണ്. അങ്ങനെ വെച്ചിട്ടുള്ളതിന് എന്തെങ്കിലും കാരണം ഉണ്ടോ, അത് ആദ്യം കമ്പനി വന്നപ്പോൾ അങ്ങനെയാണോ ഇരുന്നത് എന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ വെച്ചിട്ടുള്ളതാണോ എന്നുള്ളതും അറിയില്ല കേട്ടോ. അപ്പോൾ അത് ഇക്കോട് ചോദിച്ചതിന് ശേഷം നമുക്ക് ലാസ്റ്റ് തീരുമാനം എടുക്കാം. കാരണം ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കെട്ടാൻ പറ്റില്ല അത് വെച്ചത് കൊണ്ട് എന്നായി കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ. അപ്പോൾ എന്താണ് അത് സംഭവം എന്നുള്ളത് നമുക്ക് കറക്റ്റ് ചോദിച്ച് ഇത് ചെയ്യാം. പിന്നെ നമ്മുടെ 2 ബ്രേക്ക് ലൈറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റ് ഈ ബാക്കിലത്തൊക്കെ എഴുതിയത് തന്നെ നമ്മൾ സാധാരണഗതിക്ക് നമ്പർ പ്ലേറ്റും സ്റ്റോപ്പ് ബോർഡും വെക്കുക. പിന്നെ മറ്റേ ഫ്രണ്ടിലത്തെ നമ്പർ പ്ലേറ്റ് വരുമ്പോഴാണ് നമ്മൾ പഞ്ച് ചെയ്തിട്ടുള്ള ടൈപ്പ് നീളത്തിൽ വരുന്ന നമ്പർ പ്ലേറ്റ് ഉണ്ടല്ലോ, ആ നമ്പർ പ്ലേറ്റ് വെക്കുക. ഇതിലിപ്പോൾ സാധാരണഗതിക്ക് ബാക്കിലായതുകൊണ്ട് ഇങ്ങനത്തെ ആവശ്യം ഉള്ളൂ. പിന്നെ നമ്മളുടെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ ഈ ബാക്കിലത്തെ പരിപാടികൾ ഇങ്ങനെ ഇത് കഴിഞ്ഞ് ഇനി നമുക്ക് ചിലപ്പോൾ എനിക്ക് തോന്നണേ ഇതിൻ്റെ മഡ് ഗാർഡിൻ്റെ ബാക്കിലത്തെ പ്ലാപ്പിൻ്റെ അളവുകൾ വ്യത്യാസമുണ്ട്. ഇങ്ങനെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ മൊത്തത്തിലൊരു ഭംഗി കുറവ് പോലത്തെ ഒരു ഫീല് എനിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അത് ഒരു പ്ലാപ്പ് പകുതി ഉള്ളൂ, അത് തന്നെയല്ല പകുതി ഉള്ളത് തന്നെയല്ല, ഇറക്കം അതിന് കുറവാണ്. അപ്പോൾ ആ പ്ലാപ്പും സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണോ വരുന്നത് അതേപോലെ ആ പ്ലാപ്പും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. കണ്ടോ, ഇതൊക്കെ പകുതിയാണ് ഈ പ്ലാപ്പ് ഉള്ളൂ. അപ്പോൾ അത് തനി വൃത്തികേടാണ്. അതുപോലെ തന്നെ മഡ് ഗാർഡിൻ്റെ വെച്ചിട്ടുള്ളത് കയറ്റി ഇറക്കിയാണ് വെച്ചിട്ടുള്ളത്. ഈ പ്ലാപ്പ് ഇരിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഒന്നോലെ ഇതും കയറ്റി അതും ഒപ്പത്തിനൊപ്പം വെക്കണം, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയണം. എങ്ങനെയാണ് അത് പെർഫെക്റ്റ് എന്ന് നോക്കിയിട്ട് അത് ചെയ്യണം. പിന്നെ നമ്മുടെ വണ്ടി എടുക്കുമ്പോൾ തന്നെയുള്ളൊരു സംഭവമാണ് കേട്ടോ. റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഈ ഒരു ബസർ ഉണ്ടല്ലോ, ഈ ഒരു ബസർ കിടന്നിട്ട് റിവേഴ്സ് ഗിയർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിക്കും. അപ്പോൾ അത് കാരണം ബാക്കിൽ വല്ല ആൾക്കാരെങ്ങനെ ഉണ്ടെങ്കിൽ മാറിക്കോളും. വണ്ടി നമ്മൾ ഇത്ര വലിയ വണ്ടി കാരണം ബാക്ക് എടുക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയില്ല. അത് തന്നെയല്ല ആൾക്കാർക്ക് അറിയണേക്കാളും കൂടുതൽ ഡ്രൈവർക്ക് അറിയില്ല. ഇപ്പം നമ്മൾ ക്യാമറ വെക്കേണ്ട ഓൾറെഡി, എന്നാലും ഈ ഒരു ശബ്ദം വരുമ്പോൾ ബാക്കിൽ തൊട്ടടുത്ത് വല്ല ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കോളുമല്ലോ. അപ്പോൾ ഡ്രൈവർക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ സൗണ്ട് കേൾക്കുമ്പോൾ മാറാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇത് കൊടുത്തിട്ടുള്ളത്. സാധാരണ അധികം വണ്ടികൾക്കൊന്നും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഇക്ക പറഞ്ഞത് നമ്മുടെ വീൽ ഡിസ്കുകൾ ഉണ്ടല്ലോ, വീൽ ഡിസ്കുകൾ സാധാരണഗതിക്ക് സിൽവറും അടിക്കും ബ്ലാക്കും അടിക്കും. നമുക്ക് ബ്ലാക്ക് അടിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബ്ലാക്ക് അടിച്ചു കഴിഞ്ഞാൽ വീൽ കപ്പ് ഇടുന്ന സമയത്ത് ലുക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വീൽ കപ്പ് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഒരു പുതിയ മോഡലായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ആ മോഡൽ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ മിസ്സായി. അപ്പോൾ ഇക്ക പറയുന്ന സമയം എന്താ, നമുക്ക് ഇപ്പോൾ വീൽ കപ്പ് വെക്കേണ്ട, ഞാൻ ആ സാധനം ഉണ്ടാക്കി വെച്ചതിന് ശേഷം പ്രതീക്ഷനെ വിളിക്കാം, എന്നിട്ട് ആ സാധനം ഫിറ്റ് ചെയ്താൽ മതി. ഇപ്പോഴത്തെ സാധാരണ സംഭവം നമ്മളുടെ നിലവിൽ ഈ വണ്ടികളുടെ ഒക്കെ ഉള്ള പോലത്തെ ചെറിയ ചെറിയ വ്യത്യാസമുള്ള സംഭവങ്ങൾ നമ്മൾ നേരത്തെ കാണിച്ചു തന്നിട്ടല്ലോ, അതേപോലത്തെ ഉണ്ട്. പക്ഷേ ഇത് അങ്ങനത്തെ അല്ല, ഈ ഒരു വെറൈറ്റി സംഭവം ആയതുകൊണ്ട് തന്നെ ആ സംഭവം നമുക്ക് ഉണ്ടാക്കിയതിന് ശേഷം വെക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും എനിക്ക് ടൈം കൊടുത്തേക്കാണ് കേട്ടോ അത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ നമ്മളുടെ ഇന്നലെ നമ്മൾ പോകുമ്പോൾ സർപ്രൈസർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാബിനുമേ ഫുള്ളായിട്ട് സർപ്രൈസർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും നമ്മൾ പുട്ടിയിട്ടേക്കാണ് കേട്ടോ. അതായത് വല്ല സ്ഥലത്തും ചെറുതായിട്ട്, ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, കാർ അടിക്കണ പോലെ പെർഫെക്ഷനിലാണ് ഇവിടെ പെയിൻറ്റിങ്. അപ്പോൾ അത് കാരണം എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ വരെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ പുട്ടി ഇട്ട് വീണ്ടും ഉരച്ച് എടുക്കാനായിട്ട് വേണ്ടിയിട്ട് അവർ പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ പണ്ടല്ല ഇപ്പോഴും കുറച്ച് കാലങ്ങൾക്ക് മുന്നേ നമ്മുടെയൊക്കെ മസ്റ്റൊക്കെ പെയിന്റ് അടിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ അടി അത് അടിക്കുകയാണ്. കുത്തും കോമയും കാര്യങ്ങളും നോക്കി നമുക്ക് ടെസ്റ്റ് കിട്ടേണ്ട കാര്യത്തിന് വേണ്ടിയുള്ള മാത്രമുള്ള വർക്കിംഗ് ആയിരുന്നു. പക്ഷെ ഇത് നമ്മൾ ആദ്യമായിട്ട് പണിയുന്നത് കൊണ്ട് തന്നെ നന്നായിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ള വണ്ടികൾ ഇവിടെ എങ്ങനെയാണോ പണിത് പോകണത് അതേപോലെയാണ്. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം പെയിന്റ് അടിക്കുകയാണെങ്കിൽ ഈ വക ഒരു തലവേദന ഇല്ല. ഒറ്റ കോട്ട് പെയിന്റ് അങ്ങോട്ട് അടിച്ചു പോയി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആവും, അല്ലെങ്കിൽ പോളിഷ് ചെയ്ത് കഴിഞ്ഞാലും അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രാവശ്യത്തെ കേസ് ബെസ്റ്റ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ കാരണമാണ് കേട്ടോ ഇത്ര ടൈം എടുക്കണം. ഇല്ലെങ്കിൽ ഇത്ര ടൈമൊന്നും എടുക്കില്ല, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തരാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും മേടിച്ച് വെച്ചിട്ടുണ്ട്. ഹാൻഡിൽ മേടിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ഹെഡ്ലൈറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ എന്താ, നമ്മുടെ ഇവിടുത്തെ ലൈറ്റുകൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വെക്കാനുള്ള LED സ്ട്രിപ്പുകൾ സാധനങ്ങൾ അതൊക്കെ കുറച്ചിട്ടോ. അതെ
മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ നമ്പർ പ്ലേറ്റ് അഴിച്ചിട്ട് ഇനി മറ്റേ ഇവിടെയൊക്കെ പെയിന്റ് അടിച്ച് കഴിഞ്ഞിട്ട് ഇതൊന്നും അഴിക്കാൻ കിട്ടാണ്ട് കണ്ടോ, കട്ട് ചെയ്ത് കളയേണ്ട വന്നു. നമ്പർ പ്ലേറ്റ് ഒക്കെ അങ്ങനെയാണ്. അതായത് ഇത്ര കൊല്ലമായിട്ട് നമ്മൾ ഉപയോഗിക്കാണ്ട് അല്ലെങ്കിൽ അഴിച്ചെടുക്കാത്തത് അതുമ്പോ നിർത്തി പെയിന്റ് അടിച്ചായിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതൊന്നും അഴിക്കാൻ വരെ കിട്ടിയില്ല. അപ്പൊ അതൊക്കെ ഊരിയെടുത്ത് അതൊക്കെ പെർഫെക്റ്റ് ആക്കാണ്. പിന്നെ നമ്മൾ ഈ ഒരു ഹോൺ മാത്രമാണ് ഇതുമേ ഉള്ളൂ, എയർ ഹോൺ വെക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ 2 ക്ലാമ്പ് ഇപ്പുറത്ത് കൂടി ഫിറ്റ് ചെയ്തിട്ട് ഒരു 3 ഹോൺ, ഇപ്പൊ ഇതിനകത്തുള്ള ഹോൺ കൂടാണ്ട് ഒരു ഹോൺ കൂടി ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അത് ചെയ്യണം. അതെന്തായാലും ഇത്ര വലിയ വണ്ടിയാവുമ്പോഴേ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഹോൺ സ്ട്രോങ് അല്ലെങ്കിൽ ആൾക്കാർ വല്ല ഓട്ടോറിക്ഷയാണ് വരുന്നതെന്ന് വെച്ചിട്ട് മാറ്റി തരില്ല. അപ്പൊ ഇതിന്റെ ഹോണിന്റെ ശബ്ദം ഒരു ഇത്തിരി കൂടുതൽ കേൾക്കുമ്പോൾ എന്തായാലും നമുക്ക് വണ്ടി മാറ്റി കിട്ടൂല. അപ്പോൾ ഹോൺ നമ്മുടെ ആദ്യമേ മുതൽ എല്ലാ വണ്ടിയിലും എയർ ഹോണൊക്കെ അടിക്കാൻ പറ്റിയായിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ എല്ലാ വണ്ടിയിലും എയർ ഹോൺ ആയിരുന്നു. പിന്നെ അഴിച്ചു മാറ്റണം എന്ന് പറഞ്ഞോട് കൂടിയാണ് നമ്മൾ വണ്ടിയിൽ നിന്ന് എയർ ഹോണുകളൊക്കെ എല്ലാ വണ്ടിയിൽ നിന്നും ഊരി മാറ്റിയത്. അതേപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം മുഴുവൻ എല്ലാ വണ്ടിയിലും ഇതേപോലെ 7 വണ്ടി നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന സമയത്ത് എല്ലാത്തിലും ഉണ്ടായിരുന്നു. സൗണ്ടും സബ്ബും സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. വണ്ടി അഗ്രഹിന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കാരണം വെച്ചാൽ ബും 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 എന്ന് പറഞ്ഞിട്ട് സബ് ഊഫർ ഇടിക്കുന്നത്. അപ്പൊ അതേപോലെ നമ്മൾ വണ്ടികളിലൊക്കെ വെച്ചിട്ടുള്ളതാണ്. പക്ഷെ അതൊക്കെ എന്താ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർമാര് ഒരു പഞ്ചറായ വരെ അവർക്ക് അറിയാൻ പറ്റില്ല, ഫുള്ള് ഒളിത്തിൽ പാട്ടും സംഭവങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത്ര കാര്യങ്ങളൊന്നും ഈ വണ്ടിയിലേക്ക് ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് നോർമൽ രീതിയിൽ ഇപ്പൊ ഒരു ഹോൺ വേണം, അത് മസ്റ്റാണ്. അപ്പൊ നിർബന്ധമുള്ള കാര്യങ്ങൾ നമ്മൾ എന്തായാലും ചെയ്യാനാണ്. അതേപോലെ AC എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലോങ് പോകുന്ന വണ്ടിയിൽ AC ഇല്ലാണ്ട് ഇരിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ AC മസ്റ്റാണ്. നമ്മുടെ ലോക്കൽ ഇപ്പൊ ടിപ്പർ ഓടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും വലിയ കാര്യമായിട്ട് എന്താ പറയാ ലോങ് ഇല്ല. ഒരു 35 കിലോമീറ്ററിന്റെ ഉള്ളിൽ ആണ് ആകെ ഓട്ടം വരുന്നത്. ആ ഒരു വണ്ടിക്ക് നമ്മൾ അതും കണ്ടിന്യൂസ് അല്ല, ഒരു ട്രിപ്പ് തട്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പിറ്റേ ദിവസമാവും അല്ലെങ്കിൽ അന്ന് വൈകുന്നേരം. അപ്പൊ അങ്ങനെയാണ് ഓട്ടം ഉള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൽ കയറ്റണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇത്ര കാലമായിട്ട് അവൻ പറഞ്ഞിട്ട് നമ്മൾ കയറ്റാണ്ടിരുന്നത്. പക്ഷെ ഇത് അങ്ങനെ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെന്തായാലും നിർബന്ധമായിട്ടും AC വെക്കേണ്ട ഒരു ആവശ്യം വരും. ഈ ഭാഗം അതേപോലെ തന്നെ നമ്മൾ പ്രൈമർ അടിച്ച സ്ഥലങ്ങളിൽ കുട്ടിയിട്ടിട്ട് ഉരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ചേട്ടന്മാർ. ഞാൻ വന്നപ്പോൾ ചായ കുടിക്കാനായിട്ട് പോയതാണ്. ഒരു ബായി നമ്മളുടെ മുകളിൽ, വണ്ടിയുടെ മുകളിൽ നമ്മളുടെ മറ്റേ കാരിയർ ഉണ്ടല്ലോ, കാരിയർ കാണാത്ത രീതിയിൽ നമ്മൾ കവറിങ്ങും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ സംഭവമാണ് മുകളിൽ ഇരുന്ന് പണിതുകൊണ്ടിരിക്കണേ. അപ്പോൾ ആ സംഭവത്തിന്റെ പണിയും കാര്യങ്ങളും ചെയ്ത് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നെയിം പ്ലേറ്റ് ഒന്നും അവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള സാധനം നമുക്ക് വെക്കാൻ പറ്റില്ല. ഇത് കണ്ടോ, ഈ നെയിം പ്ലേറ്റ് നമ്മൾ ഇവിടെ തന്നെ ഇപ്പൊ അവിടെ തന്നെ നമ്മൾ വെക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പറ്റില്ല. എന്താ പറയാ, ഈ ഒരു സംഭവം സെറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതിപ്പോ ഇതിന്റെ മുകളിൽ നമുക്ക് സെപ്പറേറ്റ് ഒന്നും തോന്നാത്ത കണ്ടീഷനിലാണ് ഇക്ക പെയിന്റിങ്ങും കൂടി വന്നു കഴിയുമ്പോൾ, പുട്ടി വർക്ക് സൈഡിൽ കൂടി വന്നു കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ഫിനിഷിങ് അപ്പോഴാണ് മനസ്സിലാവുള്ളൂ. ഇപ്പൊ ശരിക്കും അറിയില്ല. ഇപ്പൊ ഞാൻ മുകളിൽ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് കാണിച്ചു തരാം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ബീഡിങ്ങും കാര്യങ്ങളൊക്കെ ഫുള്ള് അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ കളയാനുള്ളത് കളഞ്ഞിട്ട് നമ്മൾ ഇത് ചെയ്യും, എന്താ പറയുക, മാറ്റ് ബ്ലാക്ക് അടിക്കും. അതുപോലെ തന്നെ എയർ ഫിൽറ്റർ നമ്മൾ അഴിച്ച് ഊരി വെച്ചിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ മാറ്റിന്റെ ഫിനിഷിങ്ങും കാര്യങ്ങളും അടിക്കും. പിന്നെ അതേ നമ്മുടെ കമ്പി ഉണ്ട്. ആ കമ്പി നമ്മൾ ഇത് തന്നെയാണ് വെക്കുക എന്നുള്ളത്. അതെ, ഇത് പിടുത്തത്തിന്റെ കമ്പിയാണ്. നമ്മൾ മാറ്റാൻ പോകുന്ന കമ്പി നമ്മുടെ സൈഡ് മിററിന്റെ വരുന്ന കമ്പികളാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. അത് പിടുത്തത്തിന്റെ കമ്പിയാണ്. പിന്നെ നമ്മുടെ അടിയിൽ വരുന്ന സംഭവങ്ങളുണ്ടല്ലോ, മാറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ അഴിച്ചിട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ മാറ്റിന്റെ ഒപ്പം തന്നെ നമ്മുടെ ഗാർഡുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ അഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഇന്നലെ നമ്മൾ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ സാധനത്തിന്, ഗ്രില്ലുമ്മേ. അപ്പൊ ഗ്രില്ല് ഫുള്ള് 2 പേര് നിന്ന് ഒരച്ച് ക്ലിയർ ചെയ്യാണ്. അതേപോലെ സൈഡ് കൗള് ഒരച്ച് ക്ലിയർ ചെയ്യാണ്. ഇനിയിപ്പോ നമുക്ക് ഗ്രില്ലും അതുപോലെ തന്നെ നമ്മളുടെ ഈ സൈഡ് കവറും പിന്നെ എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇത് ഈ നമ്മുടെ ബോണറ്റ്, ഇതും മാത്രമാണ് കേട്ടോ. ഈ ബോണറ്റിന് ഇവിടെ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു കുത്തുണ്ടായിരുന്നു. അതേപോലെ ഇവിടെ കുത്തില്ല ശരിക്കും പറഞ്ഞു. അപ്പൊ അവരെന്തായാലും ഇട്ട നിലയ്ക്ക് പെർഫെക്റ്റ് ആക്കിയിട്ട് അതും കൂടി എടുക്കാനാണ്. ഇനി ഞാൻ നിങ്ങളെ മുകളിലത്തെ സംഭവം കാണിച്ചു തരാം കേട്ടോ. മുകളിൽ ബായി എന്തൊക്കെയാണ് ഈ വണ്ടിയുടെ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കാണിച്ചു തരാം. മുകളിലേക്ക് കയറണമെങ്കിൽ പണി കുറച്ചുണ്ട്. കയറാൻ എന്തായാലും 2 കൽപ്പിച്ചങ്ങോട്ട് കയറുക തന്നെ. ഇന്നലെയൊക്കെ കയറിയത് അപ്പുറത്തെ സൈഡിൽ കൂടെ ആയിരുന്നു. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇത് അത്ര ബുദ്ധിമുട്ടില്ല. ഇത് കണ്ടു നിങ്ങള്, ഇതിങ്ങനെയാണ് കേട്ടോ ഇപ്പൊ നമ്മളുടെ നിക്കണേ. ഇപ്പൊ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. നമ്മുടെ ഗ്ലാസിന്റെ പൊസിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ ടേപ്പറായിട്ട് ഇതിൻ്റെ ഒരു കട്ടിങ്, അതേപോലെ ഇങ്ങനെ മുകളിലേക്ക് ഇതിങ്ങനെ വന്നേക്കാണ്. ഇനി അത് കൂടാണ്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു സൺസൈഡ് താഴത്തേക്ക് ഇറങ്ങി വരികയും ചെയ്യും. ഈ സൈഡൊക്കെ ഇറക്കി എടുത്തേക്കണ കണ്ടു. ഇതേപോലെ ബോഡിയോട് ചേർത്ത് കാരിയറാന്ന് തോന്നാത്ത രീതിയിലാണ് നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത്
എടുത്തിട്ടുള്ളത്. ഇനി ഈ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വരും. ഇനി ഇതൊക്കെ പോകട്ടോ, ഇതൊന്നും ഇങ്ങനെയല്ല. ഇതിൽ നിന്ന് മോൾഡ് എടുക്കണം. നമ്മളിത് പെർഫെക്റ്റ് ആക്കിയതിന് ശേഷം ഇതിൽ നിന്ന് മോൾഡ് എടുത്തിട്ട് ആ മോൾഡാണ് നമ്മൾ വെക്കുക. അപ്പൊ കണ്ടോ, നമ്മുടെ നെയിം ബോർഡ് ഏറെക്കുറെ ഇതിനേക്കാളും പൊക്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ നെയിം ബോർഡ് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനിയിപ്പോൾ നെയിം ബോർഡ് വേണ്ട. ഇനി നെയിം നമുക്ക് ഈ ഒരു ഫ്രണ്ടിലത്തെ ബോർഡുമിലാണ് നമ്മൾ നെയിം ചെയ്ത. പിന്നെ എ സി വെക്കുന്നത് ഇവിടെ ആണെങ്കിൽ ഈ സംഭവങ്ങൾ തുറക്കും. നമ്മൾ ഇവിടെ ഒരു കട്ടിങ് ഇട്ടിട്ട് ഈ സാധനങ്ങൾ തുറന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലാണ് കറക്റ്റായിട്ട് എ സി മുകളിൽ നിന്ന് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രിക്കൽ എ സി ആയതുകൊണ്ട് അങ്ങനെയാണ് അതിൻ്റെ വെപ്പ്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നം, നമ്മളെ ടാർപ്പായ കയറ് ഇടാനായിട്ട് സ്ഥലം കുറയും. അത് തന്നെ എ സിയുടെ മുകളിലേക്ക് എടുത്ത് ഇടാനും പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രില്ലുണ്ടല്ലോ, ഈ ഒരു ഗ്രില്ല് ഇവിടുന്ന് പൊട്ടിച്ചിട്ട് ഇതേപോലെ തന്നെ നീട്ടം കൂട്ടിയിട്ട് ഇവിടെ വരെയാക്കും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ വരെ സ്ഥലം കിട്ടിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പായം കയറും ഇടാനുള്ള സ്ഥലമായി. പിന്നെ എ സിയുടെ മുകളിലേക്ക് ആവേണ്ടി ഇരുന്നാൽ മതി. ചെറിയ കയറൊക്കെ ഇനി ആ സൈഡിലേക്കും അതേപോലെ ഈ സൈഡിലേക്കും ഇടുകയും ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ ഇത് വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ആംഗ്ലറും പട്ടയും കൊടുത്തിട്ട് ഒരു അടപ്പ് പോലത്തെ സാധനം വെച്ചിട്ട് നമുക്ക് അടച്ചിടാനുള്ള സജ്ജീകരണം ചെയ്യാം. അത് ചെയ്യുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല. കാരണം എ സി ഇരിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എ സിക്ക് പുറത്തുനിന്നുള്ള വായു വലിച്ചിട്ട് വേണ്ട അകത്തേക്ക് വിടാനായിട്ട്. അപ്പോൾ അത് കിട്ടില്ല. അപ്പോൾ അവിടെ മാത്രം നമ്മൾ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക എന്തെങ്കിലും ചെയ്യേണ്ട വരും. ബാക്കിയുള്ള സാധനം നമ്മൾ അടച്ചിടുകയും ചെയ്യേണ്ട വരും. അത് ഇനി ഇതിന് പണി കഴിഞ്ഞാൽ അറിയുള്ളൂ ഇതിന് ടോപ്പ് വെക്കണ്ടോ ഇല്ലയോ എന്നുള്ള സംഭവം. ഉണ്ടെങ്കിൽ നമ്മൾ ഫൈബറിൻ്റെ ഒറ്റൊരു സംഭവം മേടിച്ച് അതിൽ വെച്ചിട്ടൊരു ക്ലിപ്പ് ഇട്ട് പൂട്ടാവുന്ന രീതിയിൽ ഇപ്പോൾ എല്ലാ ആൾക്കാരും പറയണം. ഞാൻ കമൻറ്റിൽ കേട്ടായിരുന്നു, പായും കയറും പൂട്ടി വെക്കാതെ പരിപാടി ചെയ്യണം എന്ന് പറഞ്ഞാൽ കള്ളന്മാർ കൊണ്ടുപോകും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആ സാധനം വെച്ചിട്ട് ലോക്ക് ചെയ്യാവുന്ന ഒരു കണ്ടീഷനിൽ ഉണ്ടാക്കാൻ വേണം. അത് ഇപ്പോഴും ചോദിച്ചിട്ട് വേണം. കാരണം വെച്ചാൽ നമ്മളിത് ഈ ഒരു ഫീൽഡിൽ പുതുമുഖങ്ങളായ കാരണം നമുക്കിത് അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കിയിട്ട് വേണം ആ കാര്യമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്നലെ നമ്മൾ ഇവിടെ വരെയായിരുന്നു ഇതിൻ്റെ പണി ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ന് ബായി വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പീസ് വെച്ചു, ഇത് ചെരിച്ച് ഇങ്ങനെ വെച്ചു. പിന്നെ ഇവിടെയൊക്കെ നിങ്ങൾ ഗ്യാപ്പ് കണ്ടോ, ഇതിന് മോൾഡ് എടുക്കുമ്പോൾ കറക്റ്റ് ആ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആക്കും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പോണ കെർവ് ഉണ്ടല്ലോ, ഇവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ട്. ഈ സംഭവങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് എന്താ പറയുക, ഈ കട്ടിങ്ങൊക്കെ കറക്റ്റ് ചെയ്ത് മുകളിൽ കറക്റ്റായിട്ട് എടുത്ത് പണി കുറച്ചുണ്ട്. ഇന്നിപ്പോൾ രാവിലെ മുതൽ ആയി ഇതുമ്പോൾ പണിതുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എന്നിട്ടും ഇത് ശരിയായിട്ടില്ല. ഇപ്പോൾ എന്താ പറയുക, ചെയ്ത് ശരി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ ഫുള്ള് സ്ക്രൂകൾ വെച്ചേക്കണുണ്ടോ, ഇതൊക്കെ അതിനകത്തേക്ക് ഓരോരോ സ്ക്രൂകളും കാര്യങ്ങളും വെച്ച് ബായി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടന്മാരാണെങ്കിൽ അവിടെ നമ്മുടെ ഗ്രില്ലും കാര്യങ്ങളും അതേസമയം ഉരച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഇരിക്കുകയാണെങ്കിൽ എന്താ പറയുക, പുറത്തേക്ക് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് പറവൂർക്ക് പോയിക്കാൻ എന്നോട് പോയതെന്ന് ചോദിച്ചപ്പോൾ ഞാനില്ല, ഞാൻ വന്നപ്പോൾ തന്നെ നിൽക്കേടൊപ്പം കയറി പോയി കഴിഞ്ഞാൽ വണ്ടിയുടെ പണികൾ എവിടം വരെ ആയി എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാനും പറ്റില്ല. ഇനി പോയിട്ട് നേരം വൈകുകയാണെങ്കിൽ പിന്നെ രാത്രിയാവും വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇതൊക്കെ കാണിച്ചതിന് ശേഷം. അപ്പോൾ ഇക്കേടപ്പം അത് കാര്യം നമ്മൾ പോയില്ല. അപ്പോൾ ഈ ബായി ആണ് കേട്ടോ നമ്മളുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതും ബായി ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ചേട്ടൻ ഈ സംഭവങ്ങൾ ക്ലാമ്പും കാര്യങ്ങളൊക്കെ വേറൊരു വണ്ടിക്ക് വേണ്ടിയിട്ട് ഇത് കണ്ടോ മുകളിലുണ്ടാക്കുന്നതാണ് ഈ കാണുന്നത്. ഈ വണ്ടിയുടെ സൈഡ് പെട്ടിയാണിത്. ആ പെട്ടിയുടെ സൈഡ് ഫോറിൻ വണ്ടിയുടെ ലുക്കിന് വേണ്ടിയിട്ട് ആദ്യം ഇങ്ങനെ ഒരു സാധനം അടിച്ചുണ്ടാക്കിയിട്ട് അതിന്മേൽ തകിട് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇതടിക്കും, ഷേപ്പ് അടിക്കും. നമ്മുടെ വേണമെങ്കിൽ അങ്ങനെ ഷേപ്പ് അടിക്കാന്ന് പറഞ്ഞു. പക്ഷെ നമ്മളുടെ എ സി ഇവിടെ വെക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ഉണ്ടല്ലോ, നമ്മുടെ ഇവിടുത്തെ ഈ ഗ്ലാസ് ഇടുക്കലാണ്. ഈ ഗ്ലാസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് എ സി വെക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ആയതുകൊണ്ട് ആൾ പറഞ്ഞു ഇവിടെ മറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എ സി ഇവിടെ അല്ല വെക്കണമെങ്കിൽ ആ വണ്ടിയുടെ ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ സൈഡിലൊരു കട്ടിങ് കൊടുത്തിട്ട് ഈ ബോഡിയും അതുപോലെ തന്നെ നമ്മുടെ ക്യാബിനും തമ്മിലുള്ള ഇങ്ങനെയുള്ള ഒരു വിട്ട് അറിയാത്ത രീതിയിൽ ചെരിച്ച് ഉണ്ടാക്കി തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വണ്ടി അതുപോലെ തന്നെ ചെരിച്ചുണ്ടാക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ പക്ഷേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ വ്യത്യാസം വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇതിങ്ങനെ ചെരിഞ്ഞു പോയി ഇവിടെ ചെന്ന് അവസാനിക്കുമ്പോൾ ഈ ഒരു മൂല എന്തായാലും പുറത്തേക്ക് നിൽക്കും. കാരണം അതൊരു ചതുര പെട്ടി പോലെയല്ല നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെരിഞ്ഞ് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്ര വൃത്തി ഉണ്ടാവില്ല. ബൈ ഇത് ചായേ മലയാളിയാണോ? അല്ല ഹിന്ദി. ഇത് ചായേ ശരി. അപ്പം ഞാൻ കയറി നിന്ന് ഇത്ര നേരം വർത്താനം പറഞ്ഞിരുന്ന കുതിര ഹിന്ദിക്കാർക്ക് വേണമെന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ താഴത്തേക്ക് ഇറങ്ങട്ടെ കേട്ടോ. ഈശോ ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഇത് തകിടിൻ്റെ പീസ് ഇനി ബാക്ക് അടിക്കാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു. ബാക്ക് അടിക്കാനുള്ള തകിടിൻ്റെ പീസ് ഈ ബായി കട്ട് ചെയ്ത് കൊടുത്തത്. കാരണം വെച്ചാൽ നമ്മുടെ ബാക്കിലേക്ക് ഇപ്പോൾ ഇതേവരെ വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് വെക്കണേ എന്നുള്ള സംഭവം ഞാൻ നോക്കി നോക്കട്ടെ. ഈ വണ്ടി കുറേ ദിവസമായിട്ട് അവിടെ പെയിൻറ്റിങ്ങിനും അതുപോലെ തന്നെ ഈ മുകളിലത്തെ ഇതുണ്ടല്ലോ നമ്മളുടെയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇത് ഓൾറെഡി ഈ സൈസ് വണ്ടികൾക്കൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, ഇങ്ങനത്തെ അച്ചുണ്ട്. പക്ഷെ നമ്മളുടെ ടൈപ്പ് വണ്ടി ഇതേപോലെ അതേപോലത്തെ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തിരി പാട്. അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മുടെ മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പോലെ തന്നെ നമുക്ക് വരുമ്പോൾ തന്നെ ഇത് എടുത്ത് കയറ്റി വെച്ചാൽ മതിയായിരുന്നു.
പക്ഷെ നിലവിലില്ലാത്ത കാരണം ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അച്ചും കാര്യങ്ങളൊക്കെ ഇരുന്ന് ഉണ്ടാക്കിയിട്ട് വേണം. ഇതും അതുപോലെ തന്നെ സൺഷെയ്ഡും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ക്ലാമ്പൊക്കെ കണ്ടു, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മുകളിൽ നിന്ന് ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ജാതി ലുക്കാവും. പിന്നെ സൈഡ് ഞാൻ പറഞ്ഞില്ലേ ഇതിങ്ങനെ ഒരു കെർവ് വന്നു കഴിഞ്ഞാൽ പെട്ടിയും ഇതൊന്നും സെപ്പറേറ്റ് തിരിച്ചറിയില്ല. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്യാബിൻ പൊക്കുമ്പോൾ ഇതൊക്കെ വരിയോ അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കൂട്ടി പിടിച്ച് കഴിഞ്ഞാൽ ക്യാബിൻ അങ്ങനെ തുറക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം ഇത് മഹീന്ദ്രയുടെ വണ്ടി ക്യാബിൻ തുറക്കുന്ന ടൈപ്പ് വണ്ടിയാണ്. കണ്ടോ അതിൻ്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇനിയിപ്പോൾ ക്യാബിൻ തുറക്കാൻ പറ്റുക? ഇവിടെ ഇത് വെച്ചിട്ടുണ്ട്, ഹിഞ്ചസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിങ്ങനെ പറ്റൂട്ടോ ഗൈസ്. കണ്ടോ ഇങ്ങനെ തുറക്കാനും അടയ്ക്കാനും പറ്റും. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും പ്രശ്നമുള്ള കേസല്ല. ഞാൻ ഇങ്ങനെ വിചാരിച്ചേ ഇങ്ങനെയാണെങ്കിൽ പെട്ടുപോകുമല്ലോ. അപ്പം നമുക്കും അങ്ങനെ വെക്കണോണ്ടുള്ള പ്രശ്നം. AC അവിടെ അല്ല വരണമെങ്കിൽ നമ്മൾ എന്തായാലും സംഭവം സെറ്റ് ചെയ്യും. അപ്പൊ ചേട്ടന്മാര് ഭായിമാര് വീണ്ടും മുകളിൽ ഒരു തകിടിന്റെ പീസ് ഞാൻ കാണിച്ചു തന്നില്ലേ. ഈ തകിടിന്റെ പീസ് നമ്മൾ ഇതേവരെ ബാക്ക് വെച്ചിട്ടില്ല. അപ്പൊ ബാക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പെയിന്റിങ് ചേട്ടന്മാരാണെങ്കിൽ എന്താ പറയാ, നമ്മളുടെ ഗ്രില്ല് അതേപോലെ തന്നെ രണ്ടാമതും പുട്ടിയിട മറ്റേ പ്രൈമർ അടിക്കുക വീണ്ടും പുട്ടിയിട അല്ലേ. നല്ല പരിപാടി. ഇന്നലെ ലീവായിരുന്നു അല്ലേ, അത് കാരണം ഞങ്ങളുടെ പണി കുറച്ച് നീണ്ടു പോയിട്ടാ. ഇനി ലീവ് എടുക്കരുതിട്ടോ ഈ കഴിയണ വരെയെന്ന്. ഞാൻ ചുമ്മാ പറയുന്നത് ചേട്ടാ ആവശ്യത്തിന് ലീവ് എടുത്തോ. വീഡിയോയിൽ ചുമ്മാ പറഞ്ഞു പോകും. ചേട്ടൻ ശരിയാ സീരിയസ് ആയിട്ട് പിന്നെ എന്നോട് ലീവ് എടുക്കണ്ടെന്ന് പറഞ്ഞ ആളാ. അന്ന് വിചാരിക്കണ്ടാ, തമാശക്ക് പറഞ്ഞതാ. അപ്പൊ നിലവിൽ ഇനിയിപ്പോ ഈ ഒരു സംഭവം അല്ലേ ചേട്ടാ പുട്ടി വർക്ക് ബാലൻസ് ഉള്ളൂ. നമ്മുടെ ഇതുമലത്തെ ഇനി വരയ്ക്കാനല്ലേ ഉള്ളൂ. എന്ത് പുട്ടി? സ്പോട്ട് ചെയ്യണത്. അപ്പൊ സ്പോട്ട് പുട്ടി, ഇതിലും സ്പോട്ട് പുട്ടിയാണോ ഇടുന്നത് നമ്മളിപ്പോ? അല്ല, ബോഡി പില്ലർ ഇടുന്നത്. ഇത് സ്പോട്ട് പുട്ടി വരെ, അതായത് ലാസ്റ്റ് സംഭവം കേട്ടാ, അത് വരെ ഉള്ളതാണ് ഇട്ട് വെച്ചിട്ടുള്ള. ഇതും സ്പോട്ട് പുട്ടി തന്നെയല്ല. ഇതുമ്പോഴൊക്കെ ലൈറ്റ് ആയിട്ട് എവിടെയെങ്കിലും ഉള്ള സ്ഥലത്ത് മാത്രം അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി ഇവിടം വരെയാണ് നമ്മളുടെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ എന്താ പറയുക, നാളെയൊക്കെ വരുമ്പോൾ മുകളിലത്തെ സാധനത്തിൻ്റെ അച്ചെടുത്ത് അത് അതിനകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പെയിൻറ്റിങ്ങും കൂടി ആയി കഴിയുമ്പോഴാണ് കേട്ടോ നിങ്ങൾക്ക് ആ ഒരു ലുക്ക് എന്താ പറയുക മൊത്തത്തിൽ ഉള്ളത് ഇങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പൂർണ്ണത വരുള്ളൂ. വണ്ടിയുടെ ലുക്ക് ബേസ് ആകെ മാറിയില്ലോ എന്ന് തോന്നുള്ളൂ. ഇങ്ങനെ കാണുമ്പോൾ അത് സെപ്പറേറ്റ് ഇങ്ങനെ വളഞ്ഞൊരു വെള്ള പീസിൽ നിൽക്കുന്നതുകൊണ്ട് അത്ര അങ്ങോട്ട് അറിയില്ല. ഇനിയിപ്പോൾ ഞാൻ ആ ഭായിമാരോട് മുകളിൽ മേശം കട്ട് ചെയ്യിച്ചിട്ട് അത് ഇങ്ങോട്ട് ഇടിച്ച് വെക്കേണ്ട കാര്യം പറയട്ടെ, അല്ലെങ്കിൽ അവർക്ക് അറിയില്ലെങ്കിൽ അതിൽ തന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടോ. അപ്പോൾ ഞാനും കൂടി അതിൻ്റെ മുകളിൽ കയറി കാണിച്ചു കൊടുക്കട്ടെ. ഇന്നലെ നമ്മൾ ഇവിടെ വന്നപ്പോൾ കണ്ട വണ്ടി അല്ല കേട്ടോ ഇത് വേറെ വണ്ടിയാണ്. കാരണം ഇന്നലെ വന്നപ്പോൾ ഒരു 3 വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു. ആ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇതേപോലെ തന്നെ സ്റ്റിക്കർ ഒട്ടിക്കാനും പിന്നെ അതുപോലെ തന്നെ ഈ ബമ്പർ ഉണ്ടല്ലോ, ഈ ബമ്പർ വൈറ്റ് കളർ അടിക്കാനും വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഈ അടിയിലത്തെ ബമ്പറും ഈ ബമ്പറും. അപ്പം അത് ഇന്നലെ രാത്രി 10 മണി ആയപ്പോഴേക്കും നമ്മുടെ വണ്ടി പെയിന്റ് അടിക്കണ ചേട്ടന്മാരായിരുന്നു പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അവർ പെയിന്റ് അടിച്ച് വിട്ടു എന്ന് പറഞ്ഞു. സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അടിച്ച് ഇന്നലെ തന്നെ 3 എണ്ണം വിട്ടു. അപ്പൊ ഇന്ന് രാവിലെ വീണ്ടും 4 എണ്ണം കൂടി വന്നു. അതേ സെയിം നമ്മൾ ഇന്നലെ കണ്ട പോലത്തെ സെയിം വണ്ടി തന്നെ ഇന്നും 4 എണ്ണം. ഇവിടെ 2 എണ്ണം വന്നിട്ടുണ്ട്. അതുപോലെ അപ്പുറത്ത് നമ്മളുടെ വണ്ടി പണിയുന്ന സ്ഥലത്തും 2 എണ്ണം കിടക്കണ്ട. അപ്പൊ 4 എണ്ണം വന്നിട്ടുണ്ട്. അപ്പൊ ഈ 4 എണ്ണത്തിനും വേറെ പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഇതുമ്മ ഗ്രില്ലടിക്കാനോ അല്ലെങ്കിൽ മറ്റേ പ്ലാപ്പ് ഫിറ്റ് ചെയ്യാനോ ഇതിനൊന്നിനും അല്ലാട്ടോ വന്നിട്ടുള്ളത്. ഈ വണ്ടി വന്നിട്ടുണ്ടായിരുന്ന ഫ്രണ്ട് ബമ്പർ വൈറ്റ് പെയിന്റ് അടിക്കാനും പിന്നെ അതുപോലെ തന്നെ മറ്റേ സ്റ്റിക്കർ ഒട്ടിക്കാനും വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആ 2 പരിപാടി കഴിഞ്ഞ് ഇപ്പോൾ ഈ വണ്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഈ 2 എണ്ണം അവിടെ കിടക്കണുണ്ട്. 2 എണ്ണം അതിൻ്റെ ഫ്രണ്ടിൽ വരാൻ കിടക്കുന്നുണ്ട്, കണ്ടില്ലേ? ആ 2 എണ്ണം നിലവിൽ പെയിന്റ് അടിച്ച് ഇന്ന് തന്നെ വിടും. അപ്പോൾ തിരക്കാണ്, വണ്ടികൾ ഇടാൻ പോലും സ്ഥലമില്ലാത്ത അത്ര ഫുള്ള് തിരക്കാതെ. ഇവിടെ 2, ഇവിടെ 1, ഇവിടെ 2 ട്രാവലർ, അതിൻ്റെ ഉള്ളിൽ വേറെ ട്രാവലറുകൾ കിടക്കുന്നുണ്ട്. എത്ര കിടക്കണം? 1, 2, 3 എണ്ണം 4 എണ്ണം അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വണ്ടി കിടക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഇവിടെ ഫുള്ള് വണ്ടികളുടെ ഒരു കളിയാ. എനിക്ക് നിൽക്കാൻ സമയമില്ല. ഇനിയിപ്പോൾ പണിക്കാരെ വീണ്ടും ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ പറയുക ഇക്കയുടെ ചാനലിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ആൾക്കാരെ ആവശ്യമുണ്ട് ഇവിടെ പണിക്കായിട്ട് എന്ന് പറഞ്ഞിട്ട് നിൽക്കുക. കാരണം ഇത്രയധികം വണ്ടികൾ വന്നാൽ ഇത് പണിത് കൊടുത്ത് വിടാൻ പറ്റണ്ടേ. അപ്പൊ അത് കാരണം വലിയ പ്രശ്നം. ഇപ്പൊ വണ്ടി പോലും ഇടാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ ആ നിലയ്ക്കായി തിരക്ക്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയ വണ്ടിയാണ് കേട്ടോ. ഇതിന്റെ തൊട്ടിപ്പുറത്ത് വേറെ ഇവിടെ ഒരു വണ്ടി വന്നിട്ടുണ്ട്. അത് ഏതാണ്, ബെൻസാണോ എയ്ഷറാണോ എന്താണെന്നുള്ളത് അറിയില്ല. ഒരു കാരവാനാണ് സംഭവം. അപ്പൊ ആ കാരവാൻ ഇവിടെ കിടക്കണത് ഞാൻ കണ്ടു ഒരു പച്ച വണ്ടി. ഇത് ബെൻസിന്റെ എംബ്ലമുണ്ട്, ഭാരത് ബെൻസിന്റെ എഴുതിയുണ്ട്. ഭാരത് ബെൻസ് തന്നെയാണ്. ഇനിയിപ്പോൾ വേറെ വല്ല വണ്ടി മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ളതാണോ എന്നുള്ളത് അറിയില്ല. കണ്ടിട്ട് ഇത് ഭാരത് ബെൻസ് തന്നെയാണ് കേട്ടോ ഗൈസ്. ഇതിപ്പോൾ ഇക്കോട് ചോദിക്കട്ടെ, ഇക്ക അവിടെ നിൽക്കണ്ട്, ഇക്ക വന്നു. അപ്പോൾ ഇക്കോടൊന്ന് ചോദിച്ചു നോക്കിയത് ഇത് ഭാരത് ബെൻസ് തന്നെയാണ്. അതെ ഇത് ആരെങ്കിലും വലിയ ഫിലിം സ്റ്റാർസിന്റെ വണ്ടി അങ്ങനെ ആയിരിക്കും. ഉള്ളിലൊന്നും കയറാൻ പറ്റുമെന്ന് തോന്നണില്ല. കാരണം ഇത്ര നല്ല വണ്ടിയൊക്കെ സാധാരണക്കാർ മേടിച്ച് ഇങ്ങനെ വെറുതെ ഉള്ള ഒരു ആവശ്യത്തിനൊന്നും
കാരവാൻ പണിതിടുമെന്ന് എനിക്ക് തോന്നണില്ല. ഇത് വല്ല ഫിലിം സ്റ്റാർസ് അവർക്ക് എന്താ പറയുക സെറ്റിൽ കൊണ്ടുപോയി ഇടാൻ വേണ്ടിയിട്ടുള്ള വണ്ടി ആയിരിക്കും. അമ്മ കിട്ടില്ല വണ്ടി കേട്ടാ. നോക്കിയേ ബാൻസ് എന്നുള്ള വലിയ എംബ്ലവും ആഹാ അടിപൊളിയുണ്ട്. നല്ല വൃത്തിയിൽ സിമ്പിളായിട്ടുള്ള ഒരു പണിയാണ് കേട്ടോ. കൂട്ടിയിട്ടൊക്കെ ആവും മിക്കവാറും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഉള്ളിലേക്കൊന്നും ഇങ്ങനെയുള്ള വണ്ടികളിലൊന്നും കയറാനും കാര്യത്തിനൊന്നും പറ്റില്ല. ഇത് തുറന്നിട്ടുണ്ട്. എന്തായാലും ഡ്രൈവർ ഭാഗം തുറന്നിട്ടുണ്ട്. അമ്മ അടിപൊളി. ഇത് എവിടെ ഓജസിലെങ്ങനെ കിട്ടിയിട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ ബാഡ്ജിങ് കാണും. ഓജസിലല്ലാന്ന് കൊണ്ടിട്ടാ, എവിടെയാണെന്നുള്ളത് അറിയില്ല. ഇത് നല്ല താഴ്ച കിട്ടിയിട്ടുള്ള, അതായത് മുകളിൽ നിന്ന് കാല് വയ്ക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കണ്ടോ ഈ ഭാരത് ബെൻസ് തന്നെയാ. ഇപ്പൊ കറക്റ്റ് മനസ്സിലായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് മേലത്തെ എംബ്ലോ സ്റ്റിയറിംഗും കണ്ടു, സീറ്റും കാര്യങ്ങളൊക്കെ കണ്ടു. ഇത് പുത്തൻ വണ്ടി കേട്ടോ. ഇവിടെ ഒരാൾക്ക് ഡ്രൈവർക്ക് കിടക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതേപോലത്തെ ഒരു സംഭവമാണ് നമ്മൾ നമ്മുടെ വണ്ടിയുമേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു കുഷിയൻ അടിച്ചിടുകയാണെങ്കിൽ ഇതേപോലെ ഇങ്ങനെ കിടക്കാൻ പറ്റും. പിന്നെ ഡാഷ്ബോർഡ് കണ്ടോ, അവർ ചെയ്തിട്ടുള്ള ഫുള്ള് ഡാഷ്ബോർഡ് പെയിന്റ് അടിച്ചേക്കുക. ഇതേപോലെ പെയിന്റ് അടിക്കാൻ തന്നെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ വെയിലടിക്കാണ്ടിരിക്കുമ്പോൾ കിടന്നുറങ്ങുമ്പോൾ വെയിലടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം കണ്ടോ, ഇത് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ താഴ്ത്ത് ഇറങ്ങി വരും. അപ്പോൾ ഡ്രൈവർക്ക് വെയിലൊന്നും അടിക്കാണ്ട് സുഖമായിട്ട് ഇതിൽ എന്താ പറയുക കിടന്നുറങ്ങാനും പറ്റും. AC-യുടെ വെൻ്റൊക്കെ ഇതിനകത്തേക്ക് ഉണ്ട്. അപ്പോൾ തണവും കാര്യങ്ങളും ഇങ്ങോട്ട് വരും. അത് കൂടാണ്ട് 2 ഫാനും ഉണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക ക്യാമറയുണ്ട്. ഇവിടെ ഒരു ക്യാമറ, അവിടെ ഒരു ക്യാമറ, 2 ക്യാമറയുണ്ട്. പിന്നെ ഉള്ളിൽ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ഉള്ളിൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. ഇത് ഭാരത് ബെൻസിന്റെ എനിക്ക് തോന്നുന്നു ലോറി ടൈപ്പ് വണ്ടിയില്ലേ, അല്ലെങ്കിൽ ബസ് ടൈപ്പ് വണ്ടിയില്ലേ, അത് ബോഡി കെട്ടിയിട്ടുള്ളതാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്. അതിന്റെ സീറ്റിംഗ് പൊസിഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടിപൊളി. സെന്ററിൽ ഈ സാധനമൊക്കെ ഇട്ടിട്ടുള്ളത് തന്നെ നല്ല ഭംഗിയുണ്ട്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വണ്ടിയുടെ. നോക്കിയേ. പിന്നെ ഇതിന്റെ ഉള്ളെന്തായാലും പൂട്ടിയിട്ടൊക്കെ ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോ കയറാൻ പറ്റുമെങ്കിൽ തന്നെ ഇക്ക വന്നതിന് ശേഷം മാത്രം ചോദിച്ചിട്ട് നമുക്ക് കയറാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വല്ല ഫിലിം സ്റ്റാർസിൻ്റെ ഒക്കെ ആണെങ്കിൽ ഉള്ളിലൊന്നും കയറാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അവരിത് ആർക്കും കാണിച്ചു കൊടുക്കാനൊന്നും പാടില്ല എന്ന് സാധാരണ രീതിക്ക് പറയുന്ന ആളുടെ നമുക്ക് വണ്ടി അതൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ പുറത്ത് നിന്ന് നമുക്ക് കണ്ട് ആസ്വദിക്കാം. ഉള്ളിൽ കയറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കോട് ചോദിച്ചതിന് ശേഷം ഇക്ക പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ കയറി കാണാം. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ആ വണ്ടിയുടെ കണ്ടില്ലേ, നമ്മുടെ ഇസൂസിൻ്റെ കണ്ട സെയിം പോലെ തന്നെ ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടെൻ്റ് അടിച്ച പോലെ ഇവിടെ നമുക്ക് അടിയിൽ വെയിലില്ലാണ്ട് ഇരുന്നിട്ട് കസാര ഇട്ടിരിക്കാനും ഫുഡ് കഴിക്കാനും അതിനുള്ള സംഭവത്തിനൊക്കെ പുറത്ത് കിച്ചൻ്റെ പരിപാടിക്കും ഒക്കെ കൂടി ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംവിധാനമാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിങ്ങോട്ട് വലിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് തോന്നുന്നു മോട്ടറിലാണോ അതേ ഹുക്കിട്ട് വലിക്കുകയാണോ എങ്ങനെയാണോ അതിൻ്റെ പരിപാടി എന്നുള്ളത് അറിയില്ല. പിന്നെ പുറത്തുനിന്ന് ഒറ്റ ഗ്ലാസ്, 2 ക്വാർട്ടർ ഗ്ലാസ്, ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ പെയിൻറ്റിങ് തന്നെയാണ്. പിന്നെ അതേ ഇവിടെ അതുപോലെ തന്നെ 2 ക്വാർട്ടർ ഗ്ലാസ് ഉണ്ട്. ടയർ സൈസൊക്കെ നമ്മുടെ സാധാരണ പോലെ തന്നെ. ഇവിടെ ഒരു ജനറേറ്റർ ഉണ്ട് കേട്ടോ. പുറത്തുനിന്നുള്ള സംഭവങ്ങൾ കാണാൻ പറ്റും നമുക്ക്. ജനറേറ്റർ ഉണ്ട്, ഇതിൻ്റെ ഉള്ളിലാണ് ജനറേറ്റർ ഇരിക്കണം. ഇതിൻ്റെ ഉള്ളിൽ AC-യുടെ ഇരിക്കണം. അതുപോലെ തന്നെ ഇത് തുറന്നു വെച്ചിട്ടില്ല. ഇവിടെ ബാറ്ററിയുടെ കളിയാണ്. ബാറ്ററി ഉണ്ട്, അതുപോലെ തന്നെ ഇൻവെർട്ടർ ഉണ്ട്. 4 ബാറ്ററി ഉണ്ട്, ഇൻവെർട്ടർ ഉണ്ട്. അപ്പോൾ ഇത് മൊത്തം ഇനിയിപ്പോൾ സോളാറിൻ്റെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യണതാണോ എന്നൊന്നും അറിയില്ല. ചിലപ്പോൾ സോളാറാവും, മുകളിൽ സോളാർ പാനലിൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അത് ഇത്രയധികം ബാറ്ററി ഉള്ളത്. AC-യുടെ യൂണിറ്റും ഇരിക്കുന്നുണ്ട് സംഭവം. അപ്പോൾ പുറത്തുനിന്നുള്ള വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. വണ്ടിയുടെ കൊമ്പും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, അടിപൊളിയാണ്. പുറത്തുനിന്നുള്ള ലുക്ക് വൈസ് അടിച്ച് പൊളിച്ചു എന്ന് പറയാം. സൂപ്പർ ലുക്കായിട്ടുണ്ട്. നോക്കിയാൽ തൊട്ടിപ്പുറത്ത് നമ്മുടെ ഭാരത് ബെൻസിൻ്റെ തന്നെ വലിയ വണ്ടി കിടക്കണം. നോക്കി അതിൻ്റെ ഒപ്പം തന്നെ തോന്നുന്നുണ്ട് കാണുമ്പോൾ. അതേപോലെ സൈസും വലിപ്പത്തിലാണ് കെട്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. 2 ഫോഗ് ലൈറ്റും മഞ്ഞ ലൈറ്റും പിന്നെ 2 ഇതേപോലത്തെ ചെറിയ ലൈറ്റും. പിന്നെ നമ്മുടെ ഹെഡ് ലൈറ്റ് ഒരു 4 പോവാ. 1 2 അവിടെ 2. പിന്നെ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ചെറുതാണ്, ലോഗോയാണ് പൊരിച്ചിട്ടുള്ളത്. അപ്പോൾ അധികം ലൈറ്റുകളൊന്നും ഇല്ല, എന്നാലും ഉണ്ട്, അത്യാവശ്യം ലൈറ്റ് ഉണ്ട് താനും. 2 ഹാലജൻ പിന്നെ 2 മഞ്ഞ ലൈറ്റും. ഇത് അടിമുട്ടി തുടങ്ങിയല്ലോ, അതിൻ്റെ എയർ പോയിട്ടാന്ന് കൊണ്ടിട്ടോ. ഇതൊക്കെ ഭാരത് ബെൻസ് കുറച്ച് നാളൊക്കെ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ എയർ സസ്പെൻഷനുള്ള വണ്ടിയിലൊക്കെ എയർ പോയി ഇതേ ഇപ്പോൾ ടയർ മഡ്ഗാർഡുമ്പോൾ മുട്ടിയിട്ടുണ്ടാവണം ഏറെക്കുറെ. മുട്ടി തുടങ്ങി കേട്ടോ. ടയറും മഡ്ഗാർഡും തമ്മിൽ ഒപ്പമായി ഇരിക്കുന്നു പറഞ്ഞാൽ. അത് എയർ സസ്പെൻഷനുള്ള വണ്ടികൾക്ക് അങ്ങനെയുള്ള പ്രശ്നമുണ്ട് കേട്ടോ. പിന്നെ ഇത് സൈലൻസറിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെയാണ്. ഇത് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഗ്രില്ലടിച്ച് കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എയർ ഫിൽറ്ററിൻ്റെ ഭാഗങ്ങളും സംഭവങ്ങളൊക്കെയാണ്. ഇവിടെയും ഡിക്കി സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിലൊരു എമർജൻസി എക്സിറ്റ് കണ്ടു, എമർജൻസി എക്സിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടിട്ട് ഒരു AC. ഇപ്പോൾ 2 AC ഉണ്ട് ഇതിനകത്ത്. പിന്നെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങൾ. ഇവിടെ ഉണ്ട്, മൂലയ്ക്ക് റിവേഴ്സ് ക്യാമറയുണ്ട്. ഇവിടെ 2 ക്യാമറയുണ്ട്. അപ്പോൾ 4 എണ്ണമായി. 1 2 3 4 പിന്നെ ഒരെണ്ണം അതിൻ്റെ 3. അപ്പോൾ 5 എണ്ണം ഉണ്ട് കേട്ടോ. ഇത് ആരെ വണ്ടിയാണ് ഇക്കോട് ചോദിച്ചു നോക്കിയേക്കാം. എന്തായാലും സംഭവം കലക്കി. ഇക്ക അവിടെ ഉണ്ട്. ഞാൻ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ നടന്മാരെ അല്ല ലൈക്ക. ഞാൻ സിനിമാ നടന്മാരെ നേരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു.
അത്ര സാധാരണ ഇത്ര പോഷ് വണ്ടിക്ക് സിനിമ നടന്മാർക്കല്ലേ ഉണ്ടാവുള്ളൂ. ഇതാ ആദ്യം അടിപൊളി സാധനമായേ. എന്റെ ഉള്ളിലൊന്ന് കയറാമെന്നല്ലേ. ആ ഇക്ക ഈ വണ്ടിയിലാണ് പോയെന്ന് പറഞ്ഞത് അല്ലേ. ആ ഇക്ക ഇതിന് മുന്നേ ഒരു ടൂർ പോയത് ഫാമിലി ആയിട്ട് ഈ ഒരു വണ്ടിയിലാണ് പോയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ ഇക്ക എവിടേക്കായിരുന്നു പോയ അന്ന്? വയനാട് കൊടക് അങ്ങനെ ഒരു കറക്കം, ഒരു 5-6 ദിവസം പരിപാടി. ആ അപ്പൊ പിന്നെ റൂം എടുക്കേണ്ട വന്നായിരുന്നോ ഇതില് തന്നെ? ആ ആ ആ. അപ്പൊ വെള്ളം എത്ര വരെ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും? ലോക്ക് ശരിയായിട്ടില്ല വെള്ളം. അപ്പൊ ലോക്ക് ആവുക ചെയ്തോണ്ടിക്ക. ആ വണ്ടി അല്ല ഞാൻ ചോദിക്കുന്ന വണ്ടി ജനറേറ്റർ ഇടേണ്ട ആവശ്യമില്ല. വണ്ടിയുടെ ഉള്ളിൽ AC വർക്ക് ചെയ്യണമെങ്കിൽ വണ്ടി ഓടുന്ന സമയത്തില്ലേ സ്റ്റാർട്ട് ചെയ്താൽ വണ്ടി അതിന്റെ സൈഡിൽ ഒരു എഞ്ചിന്റെ ഒരു ഇതുണ്ട്, ബാറ്ററിയുടെ ഒരു ആ സൈഡിൽ തുറന്നു വെച്ചാൽ ബാറ്ററിയുടെ അവിടെ. ആ ഉവ്വ. ഏത് സ്വിച്ചാണോ? ആ ഇതാ ആ സാധനം എവിടെയാണെന്ന് ഞാൻ തപ്പിക്കൊണ്ടിരിക്കണത്. ബാറ്ററിയുടെ അവിടെ തിരിക്കണ സാധനം ഉണ്ട് ഓണാക്കാനായിട്ട്. അത് ഏതാന്നുള്ളതാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കണത്. ശരിക്കും പറഞ്ഞാൽ ഏതാന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല ഗൈസ്. ഇക്ക ഇത് എവിടെയാന്ന്? ഈ ഒരു നീല സാധനമാണോ? ഇതാവോ? ഏതാണെന്നുള്ളത് അറിയണില്ലല്ലോ. മെയിൻ സ്വിച്ച് ഇവിടെ ഒന്നും കാണുന്നില്ല. ആ മാഷ് വന്നു. മാഷ് ഇതായിരുന്നു അല്ലേ ഈ സാധനം ഇങ്ങോട്ട് തിരിക്കുക. അതാണ് മെയിൻ സ്വിച്ച് അല്ലേ. നമ്മളിങ്ങനെ വലിയ വലിയ വണ്ടികളൊന്നും കണ്ടിട്ടില്ല സാർ. അല്ല നമ്മൾ കാറ് പോലത്തെ വണ്ടി വരും. നീ എന്നെ കളിയാക്കുക സാർ. ഞാൻ നീയായിട്ട് കൂട്ടില്ലടാ, കാരണം നീ എന്നെ കളിയാക്കി. ഞാൻ പിണങ്ങി കേട്ടാ. ഈ ചെറിയ കാര്യം വരെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇക്ക എന്നെ കളിയാക്കി കൊന്നവൻ. ആ അതിവിടെ 3 വെന്റ് ഉണ്ട് കേട്ടാ. ആ AC ഓഫായി. AC-യുടെ വെന്റ് ഉണ്ട്. നല്ല ചൂട് കാറ്റാ വന്നായിരുന്നു. ആ കാറ്റുണ്ട് പക്ഷെ ചൂടാണ് ഇക്ക. ഇപ്പൊ നമുക്ക് ഈ വണ്ടിയുടെ AC ഇപ്പൊ ഓൺ ചെയ്തേക്കുന്നത് AC ആണ്. ഇപ്പത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴും ബാക്കിലുള്ള യാത്രക്കാർക്ക് നല്ല സുഖമായിട്ട് AC-യിൽ കിടന്നുറങ്ങിയോ ഇരുന്ന് യാത്രയൊക്കെ ചെയ്യാം. മറ്റേ AC ഇടേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിലവിൽ വേറെ 2 AC ഇതിനകത്ത് ഉണ്ടല്ലോ. വണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയിടുമ്പോ ജനറേറ്റർ അത് ഓൺ ചെയ്തിട്ട് ഇടുക. അല്ലാത്ത സമയത്ത് വണ്ടി റണ്ണിങ്ങില് ഇതിന്റെ AC മുഴുവൻ വർക്ക് ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം അല്ലേ. ഓ അവിടെ 3 വെന്റ് ഉണ്ട്, ഇവിടെ 3 വെന്റ് ഉണ്ട് അല്ലേ. ഇപ്പൊ ഈ ക്യാബിനടക്കം ഫുള്ള് ഇതായിരിക്കും. സാധാരണ വണ്ടികൾ എന്ന് പറഞ്ഞാൽ കാരവാൻ ഓട്ടത്തിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ, AC ഇടാൻ പറ്റില്ലല്ലോ. എല്ലാം ഈ കറണ്ട് കുത്തുന്ന ഇതിലാണ്. പക്ഷെ ഈ വണ്ടിക്ക് അങ്ങനെയല്ല. ഇത് ക്യാമ്പർ വാനാണ്. യാത്ര പോകാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. മറ്റേ ഷൂട്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന വണ്ടികളായതുകൊണ്ടിട്ട്. ഓ അപ്പൊ ഇത് കറണ്ട് കുത്താൻ പറ്റുമോ ഇതിനകത്ത്? കറണ്ടും കുത്താം അല്ലേ. ഓ 2 ഓപ്ഷൻ ഉണ്ട് ഗൈസ്. ഇതിന്റെ മോണിറ്റർ ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് അല്ലേ. ഇതിൽ അഡീഷണൽ വേറെ ഒന്നുമില്ലല്ലോ. ഇക്ക ഡ്രൈവർ വെച്ചിട്ടാണോ പോയപ്പോ? ചൂട വരുന്നത്, തണുപ്പ് കാറ്റ് വന്നു തുടങ്ങിയിട്ടില്ല അല്ലേ. നോക്കട്ടെ ഏട്ടാ എന്താന്ന്. ചെറിയ രീതിയിൽ തണുപ്പൊന്ന് തുടങ്ങി. ഓ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാബിനിൽ നിന്ന് പഴുത്തിങ്ങനെ നിൽക്കല്ലേ. ഇല്ല ഈ ക്യാബിനിൽ നിന്ന് ഇപ്പൊ ഉള്ളിലത്തെ ആൾക്കാരായിട്ടേ വർത്താനം പറഞ്ഞെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെറിയ കിളിവാതിൽ കൊടുക്കണ്ടായിരുന്നു. ആ ഫോൺ വിളിച്ചിട്ട് വേണല്ലേ. അല്ല ഒന്ന് കണ്ടു വർത്താനം പറയണെങ്കിലേ. അതെ അല്ലേ. ഡ്രൈവർക്ക് ഇവിടെ കിടക്കാനുള്ള സൗകര്യം ഉണ്ട് അല്ലേ. ആ വൈഫൈ ഫുൾ അല്ലേ. വൈഫൈയുടെ റോട്ടറും സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. അതെ അല്ലേ. ഇത് അതേപോലെ എങ്ങനെയാ ഇത് മുകളിലേക്ക് പോണ എങ്ങനെയാ? ആ അത് വലിച്ചാ മതി അല്ലേ. തണുവായി ഫുള്ള് അടച്ചിടാം. ഡ്രൈവർക്കും പ്രൈവസി അല്ലേ. അടിപൊളി. ഒറ്റടിക്ക് ഓടിക്കുന്ന സമയത്താണ് എത്ര വേണമെങ്കിലും സൺഷെയ്ഡ് ആയിട്ട് ഉപയോഗിക്കാം അല്ലേ. ശരി ശരി ശരി. ഇപ്പൊ തന്നെ പോയി.
അതെ അതെ അതെ. ബാക്കിലേക്ക് പോവാല്ലേ? ബാക്കില് ഇതിന്റെ ഉള്ളില് ഇക്ക ടൂർ പോയാൽ ഇക്കയ്ക്ക് ഒരു പുതുമയില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഈ വണ്ടിയുടെ ഉള്ളിൽ കയറാൻ, ഞാൻ കണ്ടിട്ടില്ല. അപ്പം ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഇതിന്റെ ഉള്ളിൽ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഞാൻ നോക്കട്ടെ കേട്ടോ. ഇതിന്റെ ഡോറിന്റെ ലോക്ക് ഭയങ്കര പ്രത്യേകത കേട്ടോ. ഞാൻ എനിക്കിത് എവിടെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് ആദ്യം മനസ്സിലായില്ല. ഒരു പ്രത്യേക സൈസ് സംഭവമാണ് ഇത്. ഇക്ക ഇത് എവിടുത്തെ ബോഡി കേട്ടാന്ന് പറഞ്ഞ് ഇത് അതേപോലെ ഇത് കണ്ടു. ഇത് തുറക്കണ്ട എങ്ങനെയാണെന്നുള്ളതൊരു പ്രത്യേക മെത്തേഡൊക്കെയാണ്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് പഠിക്കണം, എന്നാലും എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ആ ഇതാണ് കാരവാൻ അല്ലേ? ഇതാണ് റോയൽ കാരവാൻ. സൂപ്പറായിട്ടുണ്ട് ശരിക്കും. 4 പേർക്കുള്ള കപ്പാസിറ്റി തന്നെ ഇതിലും അല്ലേ? 4 പേർക്ക് തന്നെ കിടന്നുറങ്ങാനുള്ള സെറ്റപ്പും ബാക്കിയുള്ള കാര്യങ്ങളും അല്ലേ? ഇക്ക ഇത് എവിടുത്തെ ബോഡിയാന്ന് പറഞ്ഞ്? MG JCBL. MGയുടെ ബോഡിക്ക് തന്നെ JCBL അല്ലേ? ഭയങ്കര സംഭവം കേട്ടോ. അടിപൊളി. കറക്റ്റൊക്കെ ഇറക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മള് വീട്ടിലെന്നല്ല പറഞ്ഞ സിനിമാ തിയേറ്ററിൽ ഇരിക്കുന്ന സെയിം ഫീല്. ആ ഒരു 50 ഇഞ്ചിന്റെ 50 ആണോ 65 ഇഞ്ചിന്റെ ഒരു വലിയ സാംസങ്ങിന്റെ ഒരു TV. ഇത് TV മാറാൻ വേണ്ടി വന്നിട്ടുള്ളതാണോ ഓടിക്ക്? പിന്നെ അത് കൂടാതെ അവർക്ക് കുറച്ച് അവിടെയൊക്കെ തട്ടിയിട്ട് ചെറിയ സൈഡിലൊക്കെ സ്ക്രാച്ചുകളൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പെയിന്റ് ചെയ്യണം. അങ്ങനെയുള്ള ചെറിയ കുറച്ച് വർക്കുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ വർക്കുകൾ 2-3 പ്രാവശ്യം നമ്മളെ കുറച്ച് വിളിക്കണം, നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യണത്. അങ്ങനെ ശരിയാക്കുന്നില്ല. ഇത് AC-യുടെ ഇത് ഉള്ളിലേക്ക് വലിക്കണ സംഭവങ്ങളാന്നുണ്ടല്ലേ ഈ സാധനം? അപ്പൊ TV മാറ്റാൻ പോവാണ്. അപ്പൊ എവിടെ പൊട്ടിയാക്കണ എവിടെ TV? അതെ അല്ലേ? ഓ എവിടെയാന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവില്ല. അല്ല സാംസങ് അത്. ഇത് പൊക്കാനും താത്താനും ഒന്നും പറ്റില്ല, ഫിക്സഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ഒരു TV ഉള്ള ഏരിയയിലാണ് കേട്ടോ വരുന്നത്. TV ഉള്ള ഏരിയയിൽ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു നമുക്ക് ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യണമെങ്കിൽ ലാപ്ടോപ്പൊക്കെ കയറ്റി വെച്ച് വർക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാനുള്ള ഒരു സീറ്റും അതോടൊപ്പം തന്നെ ഒരു ടേബിളും ആണ് കേട്ടോ ഇവിടെ. ആ ടേബിൾ എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇത് മൂവ് ചെയ്യാൻ പറ്റുമോ ഈ ടേബിളൊക്കെ? അത് ഫിക്സഡ് ആണോ? വേണ്ടിട്ടാവുന്നില്ല. അതേപോലെ ഈ സീറ്റ് റൊട്ടേഷൻ ചെയ്യാൻ പറ്റുന്നതാണോ? ഇങ്ങനെ വരൂല കാലിന്റെ അടിയിലത്തെ സാധനമൊക്കെ. അടിപൊളി. ബാക്കും അതേപോലെ തന്നെ പോണ്ട് അല്ലേ? വേറൊരു സാധനമുണ്ട്. നമ്മള് ആള് കയറി കഴിഞ്ഞ് കഴിഞ്ഞാല് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് വരും. ഓ അവിടെ സ്റ്റെപ്പ് ഉണ്ടാവില്ല അല്ലേ? സ്റ്റെപ്പ് എന്നുള്ള സംഭവമേ ഇല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ അതേ കണ്ടോ അടയണ സംഭവം കണ്ടോ? അടിപൊളി. ഫുള്ള് ഇനിയിപ്പോ സ്റ്റെപ്പ് നമ്മള് ഇറങ്ങുമ്പോ മാത്രം ആ ബട്ടൺ ഞെക്കിയിട്ട് ഇത് മുകളിലേക്കായിട്ട് നല്ല നല്ല പോകുന്നത്. ഹൈഡ്രോളിക്കിലാണ് ഈ പരിപാടിയൊക്കെ. ഇതാണോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വണ്ടിയിലുള്ള സൈസ് സംഭവം? ഇങ്ങനെ ഒരു സംഭവം പറയണ കേട്ടെ. അല്ലാണ്ട് ഇതൊന്നും ആവില്ല അല്ലെ? എങ്ങനെ പറയണ കേട്ടണ്ടേ? ഈ സ്റ്റെപ്പ് ലിഫ്റ്റ് ടൈപ്പ് നമുക്ക് പറയണ കേട്ടണ്ടേ? എന്താന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അവിടെ ഒരു 4 ബട്ടൺ ഉണ്ട്. ചാരന സാധനം ബാക്കിലേക്ക് പോകും അല്ലേ? ഓ നോക്കിയേ. അപ്പൊ ഇനി കാലിക്കടി മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാല്ലേ? അല്ല ഇക്ക പോയിപ്പോ ഡ്രൈവർ ഉണ്ടായിരുന്നില്ലേ? ഇത് ഡ്രൈവറായിട്ട് കണക്ട് ചെയ്യാനുള്ള സംഭവം അല്ലേ? ചേട്ടാ വണ്ടി നിർത്തും, ഫുഡ് കഴിക്കണം, ഭക്ഷണം കഴിക്കാൻ സമയം അപ്പൊ നിർത്തണം. അതായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഇതിൽ നിന്ന് പൊക്കിയേക്കാ നോക്കട്ടെ. ഇതിന്റെ അപ്പൊ മൊത്തത്തിൽ ഇതിന്റെ ഇതറിയാൻ വേണ്ടിട്ട് എത്ര ഇതിനൊരു ഇത് വരുന്നെന്ന് അറിയാൻ വേണ്ടിട്ടാ. അതും കൂടി പൊന്തുമ്പോ ശരിക്കും ഒരാൾക്ക് കിടക്കാം അല്ലേ? അടിപൊളി കണ്ടോ? ശരിയാ, ഒന്നുമില്ല. പൊക്കി വെച്ചാൽ എല്ലാ വ്യൂവും കണ്ടിട്ട് അടിപൊളിയായിട്ട് പോവുകയും ചെയ്യാം അല്ലേ? ശരിയാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. ഇത് 4 സീറ്റപ്പോ മൊത്തം. അപ്പൊ ഒരു ഫാമിലി രണ്ട് പിള്ളേരും ഭാര്യയും ഭർത്താവും ആണെങ്കിൽ ഓക്കെയാണ്.
ഈ സംഭവം നിറച്ചും ആംബിയൻസ് ലൈറ്റും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫോൺ ചാർജർ വിത്ത് ഫോൺ ഇതിനകത്ത് ഇട്ട് വെക്കാം അല്ലേ, ചാടിപ്പോയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു പ്ലഗ് പോയിന്റ്, USB പോർട്ട്. ഇത് മറ്റേ കറക്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശുദ്ധവായു ഒന്ന് ശ്വസിക്കണം തോന്നിയാൽ ഓട്ടത്തില് ഇതങ്ങോട്ട് തുറന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കാറ്റ് പുറത്തുനിന്നുള്ള സംഭവം കിട്ടുന്നല്ലേ. എല്ലാ ക്ലാസ്സിലും എന്തെങ്കിലും ബൈ ചാൻസ് വയനാട് ചുരോ കയറുമ്പോ ആ ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിട്ട് ഞങ്ങള് അതൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചു. എന്തെങ്കിലും ബൈ ചാൻസിന് AC വർക്ക് ചെയ്തില്ലെങ്കിൽ തന്നെ നമുക്ക് ചൂട് എടുക്കേണ്ട ആവശ്യമില്ല. ഇതിലെ നല്ല അടിപൊളി കാറ്റ് കിട്ടും അല്ലേ. അപ്പൊ ഇത് കമ്പനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ AC അല്ല. ഇക്ക ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ, ഇപ്പൊ ഇതിന്റെ AC ഉണ്ടല്ലോ, ഇപ്പൊ വണ്ടി ഓൺ ചെയ്യുമ്പോൾ വർക്ക് ചെയ്യണമെന്നാണല്ലോ മൊത്തം AC. അപ്പൊ അത്ര വലിയ കംപ്രസർ ആയിരിക്കൂലേ? അങ്ങനത്തെ AC ആണല്ലേ ചെയ്തിട്ടുള്ളത്. ഇതിന് എത്ര ഇതാ നോക്കി, ഓരോ തന്നെയല്ല ഇത്ര വലിയ ഏരിയ അല്ലേ തണുത്ത് വരുന്നത്. ഇപ്പൊ എല്ലാ സീറ്റിന്റെ അടിയിലും ഓരോ വെന്റും പിന്നെ ഓരോ ലൈറ്റും ഉണ്ട് കേട്ടോ. അതായത് കണ്ടു ലൈറ്റും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സീറ്റ് ഇങ്ങനത്തെ അഡ്ജസ്റ്റ്മെന്റ് ആയാലും പിന്നെ ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് കിടന്ന് ഉറങ്ങാവുന്ന രീതിയിലുള്ള സീറ്റാണ് ഈ സീറ്റ്. എൻ്റെ ഒരു ഇത് പ്രകാരം ഇല്ലേ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സീറ്റ് അങ്ങനെ വേണമായിരുന്നു എന്നറിയോ, റൊട്ടേഷൻ ചെയ്യാനും പറ്റുന്നായിരുന്നു. അപ്പൊ എന്താ ഗുണമെന്നറിയോ, അപ്പൊ എന്താ ഇത് മുഖത്തോട് മുഖം നോക്കിയിരുന്ന് വർത്താനം പറയുക, അല്ലെങ്കിൽ എന്താ പറയാ വല്ല നമ്മളിങ്ങനെ കളിക്കില്ല എന്തെങ്കിലും കളിക്കാനും പിള്ളേർക്കൊക്കെ അങ്ങനെയുള്ള ഒരു സെറ്റപ്പിന് അടിപൊളിയായിരുന്നു. ഈ സീറ്റ് ഇങ്ങനെ തിരിയണ ടൈപ്പും കൂടിയാണെങ്കിൽ എല്ലാ സീറ്റും ഇങ്ങനെ അല്ലേ, അങ്ങനത്തെ ഒരു എയിം കിട്ടിയായിരുന്നു. ഇത് നമ്മുടെ ബാഗേജും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളത് അല്ലേ. ഇതിന് അടപ്പൊന്നുമില്ല, ഇതിന് അടപ്പുണ്ടാവില്ല അല്ലേ. കുഴപ്പമില്ല. അതെ അതെ അതെ. ഇതിന്റെ ഈ ഒരു ബാർ മാത്രമാണുള്ളൂ, വേറെ സ്പീക്കറും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന് തന്നെ അതിന് സബ് ഉണ്ട് അല്ലേ. സബ് വൂഫർ ബാക്കിൽ ഇരിക്കണ്ട കേട്ടോ സംഭവം. അത് ലൈറ്റ് ഒന്നും വർക്ക് ചെയ്യാനില്ല. അവിടെ എന്തെങ്കിലും വലിയ ഇത് ഓൺ ചെയ്യാണ്ടാവോ, ബട്ടൺ ഏതെങ്കിലും? ഇത് AC തന്നെയാണ്. AC-യുടെ ഇത് എയർ പുറത്തേക്ക് വലിച്ചു പോണ ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ അതുപോലെ ഇതിലും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട വണ്ടിയുടെ പോലെ തന്നെ ഓവൻ ഉണ്ട്. ആ വണ്ടിയിൽ ഓവൻ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഇതിനകത്തൊരു സാംസങ്ങിൻ്റെ ഓവൻ കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പണിങ്, എവിടെയാണ് ഓപ്പണിങ്? അതെ കണ്ട. നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ചൂടാക്കണം എന്ന് വെച്ചാൽ ഭക്ഷണ സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയടിക്ക് തിന്ന് കഴിഞ്ഞില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഈ ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് എടുത്ത് വെക്കുക. എന്ത് സംഭവം ഉണ്ടെങ്കിൽ ഇതേ ഇതിനകത്ത് വെള്ളം ജ്യൂസൊക്കെ ഇരിക്കുന്നുണ്ട്. വെള്ളം ജ്യൂസൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സംഭവം ഇരിക്കും. അപ്പോൾ ജ്യൂസും കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് സാധനങ്ങളും തണുപ്പിക്കാനായിട്ട് നമ്മൾ വണ്ടി നിർത്തിയിടുമ്പോൾ മാത്രമല്ല ഈ ഫ്രിഡ്ജ് ഓട്ടത്തിലും ഒക്കെ ഓണാണ്, വർക്കിംഗ് ആണ്. ക്രോമയോ ടാറ്റയുടെ പ്രൊഡക്റ്റ് ആണോ? ടാറ്റ ക്രോമാന്ന് കേട്ടിട്ടില്ല. അപ്പൊ അതാണ് ഞാൻ ക്രോമാന്ന് കേട്ടപ്പോഴേ നമുക്ക് വലിയ പരിചയമില്ല. പിന്നെ വലിയ തീപിടുത്തൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സംഭവം ഫയർ എക്സ്റ്റിങ്ക്യൂഷർ. അപ്പോൾ അതായി, ഓവനായി, അതുപോലെ തന്നെ ഫ്രിഡ്ജായി. പിന്നെ ഇനി വേറെ എന്തിട്ടൊക്കെ ഇതിനകത്തുള്ള സെറ്റപ്പ് നോക്കട്ടെ കേട്ടോ. ബാത്റൂം എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റപ്പ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ ബാത്റൂം ഇത്രയ്ക്ക് തന്നെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഏതൊക്കെ വണ്ടിയുടെ കണ്ടിട്ടുണ്ടോ ഒരു ടോയ്ലറ്റിൽ പോകാനുള്ള സംവിധാനം, അതുപോലെ ഫേസ് വാഷ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവം, കുളിച്ച് ഒന്ന് പൂർണ്ണമായിട്ട് ഇവിടെ ഉണ്ടല്ലേ. ഞാൻ ആകെ ഇത്ര ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഗൈസ് പറഞ്ഞത്. പക്ഷെ അല്ല, ഇപ്പുറത്തും കൂടി ഉണ്ട് കുളിക്കാനുള്ള സംവിധാനം. അടിപൊളിയായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ട്. ഷവർ, അതുപോലെ തന്നെ ഫുള്ള് ഷവറിന്റെ യൂണിറ്റ്, മറ്റേ മേത്തേക്കൊക്കെ സ്പ്രേ ചെയ്യുന്ന സംവിധാനങ്ങളുണ്ടല്ലോ. അത് എത്ര സൈസാന്ന് നോക്കി. ഇവിടെ അതേപോലെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പൊ ഇത് ഇങ്ങോട്ട് നീക്കിയിട്ട് കഴിഞ്ഞാൽ ഈ കർട്ടൻ ഇവിടെ നിന്ന് അയച്ചിട്ട് അങ്ങോട്ട് നീക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കുളിക്കണത് പിന്നെ എന്താ പറയാ, തുണ്ട് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഇങ്ങോട്ട് വരിക ഒന്നുമില്ലതേ. കണ്ട ഇവിടെ ഇങ്ങോട്ട് ബ്ലോക്ക് ചെയ്തിട്ടു. അടിപൊളി. ഇവിടെ ഒരു ബാത്റൂം അതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് പോലും അറിയില്ല. അത്ര സൗകര്യത്തിലൊരു ബാത്റൂം. കൈയും കാലൊക്കെ തട്ടാണ്ട് കുളിക്കാൻ ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ല. തലക്കാലത്തേക്ക് കുളിക്കണമെങ്കിൽ ഇത്രയൊക്കെ മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനുള്ള സ്പേസും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ വാഷ് ബേസിനൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ഇതിലാണ് കേട്ടോ. ശരിക്കും വെളിച്ചക്കുറവ് കാരണം ഇത് ചൂടായി കറക്റ്റ് അറിയണില്ല ഏതാണെന്നുള്ളത്. ഇത് ബാത്റൂം. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് വരുമ്പോൾ ഇവിടെ ഒരു സിങ്ക് കാണാം കേട്ടോ. സിങ്ക് സംഭവങ്ങൾ ഇതൊക്കെ എന്നിട്ട് സ്റ്റോറേജ് സ്പേസുകളായിരിക്കും അല്ലേ. സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെ സ്റ്റൗ അടുപ്പ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു. അടിയിലല്ലേ വണ്ടിയുടെ പുറത്ത് ഡിക്കിയിൽ നല്ല സ്പേസ് ഉണ്ട്, എല്ലാം വെക്കാന്നില്ല. അതേ ഡിസ്പോസിബിൾ പ്ലേറ്റ് ഒക്കെ കിടക്കുന്നുണ്ട്. പ്ലേറ്റ് അതുപോലെ തന്നെ അടിയിലത്തെ അറയിൽ എന്തുട്ടാ പാത്രങ്ങളൊന്നും ഇതിനകത്ത്
സ്പൂൺ വെക്കാം. ശരിയാണ്, അറകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഇതിനകത്ത് വെക്കാം. പിന്നെ വേണമെങ്കിൽ മിക്സി കുത്തണമെങ്കിൽ കുത്താറുണ്ടല്ലേ, അതിനുള്ള അറേഞ്ച്മെന്റ് ഉണ്ട്. പിന്നെ ഇതും റാക്കുകൾ അല്ലേ, ഇവിടെ റാക്കുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, എല്ലാ പൊടികളും നമുക്ക് വെക്കാനുള്ള സജ്ജീകരണങ്ങൾ. ഇവിടെ ഒരു റാക്കുണ്ട്. ഇതൊക്കെ എ സിയുടെ വെന്റുകൾ തന്നെയല്ലേ ഇത് മൊത്തം? അപ്പം മൊത്തം ശരിക്കും പറഞ്ഞാൽ ചിൽഡാവൂല്ലേ. ഇതാണ് ബെഡ്റൂം. ബെഡ്റൂം നമുക്ക് ശരിക്കും പറഞ്ഞാൽ അടച്ചിട്ടിട്ട് തുറക്കണം ഗൈസ്, എന്നാലാണ് അല്ലേ? എന്നാലാണ് അതിന്റെ ഒരു ഫീല് കിട്ടുള്ളൂ അല്ലേ? അങ്ങനെയുണ്ടല്ലേ. 6 പേർക്ക് കിടന്നുറങ്ങാട്ടോ. ബീം ബാഗ് എന്നല്ലേ ഇതിന്റെ പേര്? ബീം ബാഗ്. എന്റെ പൊന്നേ, നോക്കിയേ, ഇവിടെ ഒരു 3 പേർക്ക് കിടക്കാനുള്ള സെറ്റപ്പ്. അത് എന്താ പറയാ, എത്ര അടി ഉണ്ടാവും? ഒരു 4 അടി. ഇവിടെയും ടി വി ഉണ്ട്. ടി വി കണ്ടു പോവാ. അവിടെ ദേ ഒരു കർട്ടനും ഉണ്ട് അല്ലെ, അതും അടച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിയേറ്ററിന്റെ ഉള്ളിലിരുന്ന് കാണുന്ന പോലെ. അതൊക്കെ എന്ത് നീറ്റായിട്ടല്ലേ ചെയ്തേക്കണേ. അതേപോലെ എന്റെ ബെഡിന്റെ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ് മുകളിലേക്ക് പൊങ്ങി നിൽക്കണുള്ളൂ. ഈ ഒരു സ്പേസ് കണ്ട, ഈ ഒരു ഗ്യാപ്പിലാണ് ബെഡ് നിൽക്കുന്നത്. പിന്നെ ദേ ഇവിടെ അതുപോലെ തന്നെ ഇത് ബീം ബാഗൊക്കെ കിടക്കണതുകൊണ്ട് ആകെ ഫുള്ളായ പോലെ തോന്നണം കേട്ടോ. സംഭവം ഫുള്ളൊന്നുമല്ല. പിന്നെ ഇതിലൊരു AC ഉണ്ട്. പിന്നെ നമ്മളുടെ ഇവിടെ ഒരു മിററുണ്ട്. നമുക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഒരു മിററും സംവിധാനമൊക്കെ കൊടുത്ത്. പിന്നെ ദേ ഇവിടെ 3 പേർക്ക് സുഖമായിട്ട് കിടക്കാം അല്ല. ഇവിടെ ഉണ്ട് TV. അമ്മോ, അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 6 പേർക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനുള്ള ഒരു സെറ്റപ്പ് ഇതിൽ തന്നെയായി. ഇതിപ്പോ വാടകയ്ക്ക് കൊടുക്കുന്ന ടീമിന്റെ ആയിരുന്നു എന്നല്ലേ ഇക്ക പറഞ്ഞു? അല്ല, അവരൊക്കെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര രൂപയ്ക്കായിരുന്നു നിൽക്കുക വാടകയ്ക്ക് കൊടുത്തോണ്ടിരുന്നായിരുന്നേ? ഇതിന്റെ റേറ്റ് സാധാരണ 80 കിലോമീറ്ററിന് 20,000, എക്സ്ട്രാ കിലോമീറ്റർ 60, അങ്ങനെയൊക്കെയാണ് റേറ്റ്. അങ്ങനെയാണല്ലേ. പെർ ഡേ 20,000 പ്രൈവറ്റ് ആക്കിയില്ലേ വണ്ടി? അപ്പൊ ഇത് ആദ്യം നജീബിക്ക് പോയ ടീമിന്റെ അടുത്ത് നിന്ന് വേറൊരു ആൾക്കാർ മേടിച്ച് അങ്ങനെ ആക്കിയിട്ട് അതിന്റെ ബെഡും സംവിധാനവും അതേപോലെ പുതപ്പും കാര്യങ്ങളും ഒക്കെ ഒരു റോയൽ ഫീൽ എന്ന് പറഞ്ഞാൽ മൊത്തം ഫ്ലോറിംഗ് ഒക്കെ വുഡിന്റെ പോലത്തെ സംഭവം ഒക്കെ ചെയ്ത് അടിപൊളിയാണ്. ഇവിടെയും കർട്ടൺ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ബസ്സിന്റെ ഒക്കെ പോലെ ഇങ്ങനെ ക്ലോസ് ആയി പോകും. അതുപോലെ ഇവിടെയും നമ്മൾ ഈ കർട്ടൺ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോസ് ആവും. ബെഡ്റൂം സെപ്പറേറ്റ് അടിപൊളി. പ്രഷർ പൈപ്പാണ് അല്ലേ? പ്രഷർ പൈപ്പാണ്. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ സൗകര്യം എല്ലാം. അതേപോലെ ബാത്റൂമിൽ പ്രഷർ പൈപ്പ് ആവൂലോ, എന്നാലല്ലേ നല്ല ഫോഴ്സിൽ വെള്ളം വരുള്ളൂ. ഞാൻ ബാത്റൂം ഉണ്ടെന്ന് വിചാരിച്ചില്ലേക്ക. ബാത്റൂം കണ്ടപ്പോ എന്താ പറയാ, നമ്മുടെ വീട്ടിൽ പോലും ഉണ്ടാവില്ല ഇത്ര അടിപൊളി ബാത്റൂം. അതെ, നല്ല ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫാമിലി ആയിട്ട് ഒരു പ്രാവശ്യം ഇതേപോലത്തെ വണ്ടിയിലൊക്കെ യാത്ര ചെയ്താൽ പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് സാധനങ്ങൾ വെക്കാനുള്ളതില്ലേ? ഇല്ല, എനിക്ക് സ്ഥിരമായിട്ട് ഇതിൽ യാത്ര ചെയ്യാൻ തോന്നൂല. ഇങ്ങനെയുള്ള വണ്ടിയിൽ പിന്നെ യാത്ര ചെയ്യുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എന്ത് സുഖമാണെന്ന് നോക്കിയേ. 4 പേര് സ്പേഷ്യസ് ആയിട്ട് ഇങ്ങനെ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴേ 4 പേർക്ക് കിടന്നുറങ്ങാനുള്ളത് 6 പേർക്ക് കിടക്കാൻ വേണമെങ്കിൽ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 പേർക്ക് കൂടി അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ ഇരിക്കാനൊക്കെ പറ്റും കേട്ടോ. സുഖമായിട്ട് ഇരിക്കാം. അപ്പൊ 6 പേർക്ക് ഇതില് മതി. 6 പേർക്ക് എന്തായാലും സുഖമായിട്ട് യാത്ര ചെയ്യാം. കിടന്നും ഉറങ്ങിയൊക്കെ. അല്ല, വെള്ളത്തിന്റെ ടാങ്ക് എത്രയാന്ന് പറഞ്ഞ കപ്പാസിറ്റി? അതെ, അപ്പൊ ഇഷ്ടം പോലെ. ശരിക്കും പറഞ്ഞ ഫ്ലഷ് ഒക്കെ എത്ര യൂസ് ചെയ്താലും യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങളൊക്കെ പോയപ്പോ ഒരു പ്രാവശ്യം മാത്രമേ ഫില്ല് ചെയ്തോളൂ. അത് ഏതൊരു പമ്പിലേക്ക് അത്രേ ഉള്ളൂ അല്ലേ? എന്തായാലും സംഭവം അടിപൊളി. ഇപ്പൊ നമ്മള് ഇവിടെ കിടക്കണ കുറേ ക്യാരവാനുകൾ കണ്ടുല്ലോ. അതൊക്കെ വെച്ച് ഇങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോ ഉള്ളിലേക്ക് കേറിയാലേക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള സാധനം എനിക്ക് തോന്നിയത് ഉണ്ടല്ലേ. പക്ഷെ ചില വണ്ടികൾ കാണുമ്പോഴേ ഉള്ളൊക്കെ ചില സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങുന്ന വണ്ടികളുടെ ഉള്ളു സെറ്റപ്പുകൾ കാണുമ്പോൾ സംഭവം കുറേ കാശ് മുടക്കിണ്ടാവും. ഭയങ്കര ആർഭാട ഫീല് തോന്നും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഉപയോഗത്തിനുള്ള ആവശ്യമല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടു. അതനുസരിച്ച് ഈ വണ്ടിയൊക്കെ ആവശ്യത്തിലധികമാണ്. ഇതൊക്കെ ഇങ്ങനെ പണിതിറക്കുമ്പോൾ ഉദ്ദേശം എത്ര ലക്ഷം രൂപയാവും? ഒരു ഭാരത് ബെൻസില് 80-85 ലക്ഷം രൂപ. പക്ഷെ വേറെ സംഭവം ഉണ്ടല്ലോ, ഇത് പണിത വണ്ടി കിട്ടലാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് പണിക്കാനായിട്ട് 2 വർഷം കഴിഞ്ഞാൽ പണിത് കിട്ടാത്ത സ്ഥലങ്ങളാണ്. തിരക്കാവും. കാര്യം ഇത് ചെയ്യുന്ന സ്ഥലങ്ങളിലെ നമ്മളെന്ന് മെയിൻ്റെനൻസ് വർക്കല്ലോ, മെയിൻ്റെനൻസ് വർക്കാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. അല്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഇതേപോലെ തന്നെ ആൾക്കാർ പറഞ്ഞേ ഇക്കയുടെ വല്ല നമ്പർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ അറിയില്ലാത്ത വല്ല ആൾക്കാരുണ്ടെങ്കിൽ ഈ വണ്ടി സംബന്ധിച്ച് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ വരാൻ വേണ്ടി ഇക്കാനെ വിളിച്ച് ചോദിക്കാനും, അതേപോലെ ഈ വീൽ കപ്പ് പോലത്തെ പുതിയ നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ ഇക്കാനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ
നമ്മൾക്ക് നിസ്സാര വിലക്ക് ഈ സാധനം അയച്ചു കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. നമുക്ക് ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ സർവീസ്. അപ്പൊ ഇവിടെ ഈ വർക്ക്ഷോപ്പിൽ കുറെ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇക്കാരെ ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇക്ക അയച്ചു തരുന്നതായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. ഇക്കാരുടെ നമ്പർ ഒന്ന് പറഞ്ഞേക്കാം. എന്റെ നമ്പർ നമ്മുടെ ഓഫീസിലെ നമ്പറാണ് 9895084636. ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ വീൽ കപ്പിന്റെ കാര്യങ്ങളും എല്ലാ റേറ്റും സംഭവം അതൊക്കെ അറിയാം, അയച്ചു കൊടുക്കുക കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ. പിന്നെ വണ്ടി സംബന്ധിച്ച് എന്ത് കാര്യത്തിനും വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ വണ്ടിയും വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പൊ തിരക്കാണ്, കാരണം ഇപ്പൊ സീസൺ അല്ലാത്തതുകൊണ്ട് ഒരുപാട് വണ്ടികൾ വന്നതിനെ കുറച്ച് തിരക്കും തിരക്കുണ്ട്. നമുക്ക് വർക്ക് കുറയും. അതെ, ഇക്കാണ് ഈ ഫോൺ വന്നിട്ട് രക്ഷയില്ല. ഇക്കയുടെ കയ്യിൽ നിലവിൽ 5 ഫോൺ കണ്ടിട്ട് 5 മാറി 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 എടുക്കണം. അപ്പൊ എന്താ വെച്ചാൽ ഒന്ന് കഴിഞ്ഞ ഒന്ന്, അതെ ഒന്ന് കഴിഞ്ഞ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് വരും. അപ്പൊ നമ്മളാണെങ്കിൽ ഇങ്ങനെ വീഡിയോ ആസ്വദിച്ച് AC ഇരുന്ന് ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് നല്ല ത്രില്ലായിട്ട് നിൽക്കുക. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇക്ക കുറെ കോളുകളായി കട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഫോൺ എടുക്കട്ടെ. ഇക്ക ധൈര്യമായിട്ട് ഫോൺ എടുത്തേക്കാം. വീണ്ടും വന്നില്ല. അതുപോലെ തന്നെ ഇക്ക ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്തായാലും അറിയോ, ഇക്കയുടെ ഇവിടുന്ന് പണിതിറങ്ങുന്ന വണ്ടികളുടെ വീഡിയോ, അതുപോലെ തന്നെ പണിതുകൊണ്ടിരിക്കുന്ന വീഡിയോ, വണ്ടികൾ സംബന്ധിച്ച് പണിയണതും ഒക്കെ ആയിട്ടുള്ള വീഡിയോകളൊക്കെ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ഇക്കയുടെ ചാനൽ നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ പറ്റും. പുതിയ അപ്ഡേഷൻ ഏതൊക്കെ വരുന്നുണ്ടോ ആ എല്ലാ സംഭവങ്ങളും ഇക്കയുടെ ചാനലിൽ അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇക്കയുടെ ചാനല് കാണാത്തുണ്ടെങ്കിൽ ആ ചാനൽ കൂടി ഒന്ന് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഫുള്ള് വണ്ടി സംബന്ധിച്ചുള്ള പുതിയ വീൽ കപ്പുകൾ വരെ അല്ലെങ്കിൽ പുതിയ സാധനങ്ങൾ നിങ്ങളുടെ വണ്ടിക്ക് ഓരോന്നും ഇവിടെ മാനുഫാക്ചറിങ് യൂണിറ്റ് കൂടിയുണ്ട്. ഫൈബറിന്റെ പല സംഭവങ്ങളും നിങ്ങൾ പറയുന്ന മോൾഡുകളിൽ എന്ത് സാധനം വേണമെങ്കിൽ ഉണ്ടാക്കി വരെ തരും. അപ്പോൾ ഇക്കയുടെ ബന്ധപ്പെട്ടാൽ മതി. അതൊക്കെ ഇക്കയുടെ ചാനലിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇക്കയുടെ ചാനല് കണ്ടു കഴിഞ്ഞാൽ അതറിയാം. നജീബ് സൈനുൽസ് ആണ് ചാനലിന്റെ പേര്. നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് ഇടാം. അപ്പൊ ഈ പ്രാവശ്യത്തെ വീഡിയോയില് ഇക്കയുടെ ലിങ്ക് നമ്മൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടണ്ട്. ഇതിന് മുന്നൊരു വീഡിയോയിൽ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിങ്ക് ഇട്ടിട്ടില്ലാന്ന്. പക്ഷെ അതിന്റെ മുന്നത്തെ വീഡിയോയിൽ ഇട്ടുണ്ടായിരുന്നു. അത് ഇക്ക വന്നപ്പോഴായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. ഞാൻ ഏതാണ് സംഭവം എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ലാത്തതുകൊണ്ട് അപ്പൊ ഇക്ക ഈ പ്രാവശ്യം അത് ഇടുമ്പോ ഒന്ന് ഇട്ടോളാം. അപ്പൊ ഞാനത് എടുത്ത് പിൻ ചെയ്ത് വെച്ചാൽ പോരെ, ഏത് അങ്ങനെ ചെയ്താൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഇനിയിപ്പോ നമ്മുടെ വണ്ടിയുടെ പണികൾ അവിടെ രാത്രി ഓട്ടി നിർത്തിയിട്ട്, അതായത് ഓവർ ടൈം നിർത്തിയിട്ടാണ് ചെയ്യണത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ളത് കൊണ്ട് അവർ ഭായിമാരും മുകളിലത്തെ തകിടും കാര്യങ്ങളൊക്കെ വളച്ച് സെറ്റപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ദിവസം വീണ്ടും പോകുന്ന ആളെ ഒരു ഉച്ചയാവും. അപ്പോൾ ഇന്ന് ഇത്തിരി ഓട്ട് കൊടുത്തിട്ട് അതിൽ ആ പണി അങ്ങോട്ട് തീർക്കാന്ന് പറഞ്ഞിട്ട് ഇക്ക അവരോട് 2 പേരോട് അവിടെ നിൽക്കാൻ പറഞ്ഞേക്കാണ്. അപ്പോൾ അവിടുത്തെ പണികളും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നോക്കിയിട്ടൊക്കെ പോകാന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ നിൽക്കാണ്. അപ്പൊ ഇക്കേ ഞാനും കൂടി ഇനി നമുക്ക് അവിടേക്കൊന്ന് പോയി. അപ്പൊ ഇനിയിപ്പോ ഇതിൽ നിന്ന് ഇറങ്ങാൻ തോന്നില്ല, അതാണ് വേറെ കേസ്. അതെ, AC ഇട്ടിട്ട് ഈ തണവിന്റെ ഉള്ളിൽ നിന്ന് ചൂട്ടത്തേക്ക് ഇറങ്ങാന്ന് പറയാനേ സന്തോഷമില്ല. അപ്പൊ അതിനും ഭേദം പണിയൊക്കെ പിന്നെ നടത്താൻ വെച്ചിട്ടുള്ളൂ. നമ്മളിപ്പോ ചാനലിൽ ലിങ്ക് ഇട്ടില്ല. ആ ചാനലിൽ കയറി നോക്കി ഈ വണ്ടിയിൽ യാത്ര പോയ വീഡിയോ മുമ്പിലേക്ക് നോക്കിയാൽ മതി. അതെ, ഇക്ക ഈ വണ്ടിയില് വയനാടൊക്കെ ടൂർ പോയിട്ടുണ്ട് ഫാമിലി ആയിട്ട്. അപ്പൊ ആ വീഡിയോസും ഈ വണ്ടിയുടെ ഫുൾ റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇക്കയുടെ ചാനലിട്ടുണ്ട്. അപ്പൊ ഒന്ന് കയറി നോക്കുകയാണെങ്കിൽ പഴയ വീഡിയോസ് ചാനലിൽ എടുത്തിട്ട് നമ്മൾ വീഡിയോയിൽ പോയിട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം കിട്ടും. അപ്പൊ അതിൽ ഇക്ക ടൂർ പോയതൊക്കെ ഉണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കണ്ടോലോ, ആളെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ കുറവുണ്ടായിട്ടല്ല, നമ്മളെ കാണാത്ത ആൾക്കാർ അറിയാവുന്നവരുണ്ടെങ്കിൽ അത് കണ്ടുപോകും. 4 ആണെങ്കിൽ 4 പേര് ഉണ്ടെങ്കിൽ അത് നല്ലതല്ല. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു പോകണം. ഇത് പ്രൊമോഷനും കാര്യങ്ങളൊന്നും അതുകൊണ്ടല്ല, നമ്മളെ എവിടെ ചെന്നാലും നല്ല സ്ഥാപനം, നല്ല ആൾക്കാരും നല്ല സംഭവം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ അത് പറയും. അത് വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാണ്ട് ഇപ്പൊ എനിക്ക് അതിൽ നിന്നും പ്രത്യേകിച്ച് പ്രയോജന കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. ഏതൊരാൾക്കും നമ്മൾ പോകാത്ത ഒരു ഉപകാരം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ. ഇപ്പൊ ഞാൻ മറ്റേ സ്റ്റീരിയോ മേടിക്കാൻ പോയി, അവിടെ റേറ്റ് കുറവുള്ള സ്ഥലത്ത് നിന്ന് കിട്ടി. അപ്പൊ അത് നാളെ നമ്മളുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഉപകാരപ്പെട്ട് അവര് അവിടെ മേടിക്കാൻ ചെല്ലുമ്പോൾ വേറെ ഏത് കടയിൽ നിന്ന് കിട്ടിയതിനേക്കാളും വില കുറച്ച് അവർക്ക് കിട്ടാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഒരു കട പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും നമ്മൾ പോണ സ്ഥലം നിങ്ങളെ കാണിച്ചു തരുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളൊന്നും പറയാണ്ട് പോരില്ല. നല്ല ഫുഡാണെങ്കിലോ നമ്മൾ പറയില്ലേ നന്നായിട്ടുണ്ട് അടിപൊളിയായിട്ടെന്ന് പറയും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ പ്രമോഷനും കാര്യങ്ങളും ഒന്നുമല്ല, നമ്മൾക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിൽ കാണുന്ന ആൾക്കാർക്കും അത്
എന്താ പറയാ കിട്ടാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതാണ് കേട്ടോ, അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ വേറെ കാര്യം നമ്മൾ പറയണ്ടേ, നമ്മുടെ സിനിമയുടെ വരാൻ പോവാണ് ചെറിയൊരു സിനിമ, വലിയ സിനിമയൊന്നുമല്ല, ചെറിയൊരു സിനിമ ഞങ്ങളൊക്കെ അഭിനയിച്ച ചെറിയ, ഞങ്ങൾക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണോട്ടോ. വേറെ നമ്മുടെ ഈ ബുദ്ധിട്ട് അവരുടെ ചാനൽ. അതെ, അടുത്ത ദിവസം അപ്പൊ വീഡിയോസിലൊക്കെ എനിക്കൊക്കെ ചെറിയ റോളുകൾ ഉണ്ട്. അപ്പോൾ നമ്മൾ സിനിമയില് അഭിനയിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോഴേ ആൾക്കാർ കളിയാക്കി. ഇനിയിപ്പോ സിനിമ ഇറങ്ങുമ്പോ നീ ഇത്ര ഉള്ളു കുറെ ദിവസം അവിടെ പോയിട്ട് ഇന്നലടാ സിനിമയില് ചെറിയ റോളുള്ളെങ്കിലും ആ ചെറിയ റോള് അഭിപ്രായം പറയണം നിങ്ങൾ. നമ്മൾ ഈ വീഡിയോ കൈപിടിച്ച് വർത്താനം പറയുന്ന പോലത്തെ കേസല്ലല്ലോ. എന്തൊരു ഡയറക്ടർ പറയണ അനുസരിച്ച് ഇങ്ങനെ ചിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സംഭവം കാണുമ്പോൾ നിങ്ങളുടെ എക്സ്പ്രഷൻ എന്താണ്, അപ്പൊ ഞാൻ ഇങ്ങനെയാണെങ്കിൽ കാണിക്കുന്നത് അങ്ങനെയല്ല കാണിക്കട്ടെ, ഇങ്ങനെ കാണിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോന്ന് മാറ്റി അവരുടെ ഇഷ്ടത്തിന് കാണിച്ചൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. പിന്നെ 14 മിനിറ്റുള്ള സിനിമയാണെങ്കിലും അത് എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോ ക്യാമറയിൽ കാണിച്ച് വർത്താനം പറയണ പോലത്തെ ഇതല്ല. മറ്റൊരാള് ഈ ഒരു എക്സ്പ്രഷൻ, ആളുടെ മനസ്സിൽ ഉദ്ദേശിച്ച എക്സ്പ്രഷൻ എന്താണ് അല്ലെങ്കിൽ അഭിനയം എന്താണ്, അത് നമ്മളിൽ നിന്ന് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമാണ്. അത് തന്നെ ആൾക്കത് വേണം താനും. അപ്പൊ 10 പ്രാവശ്യം 20 പ്രാവശ്യം എടുത്താലും അത് കിട്ടണം. അല്ലെങ്കിൽ ഡയലോഗ് നമ്മൾ സ്കൂളിൽ പോകുമ്പോ എന്താ പറയാ, പരീക്ഷയില് ബുക്ക് നോക്കി പഠിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ പോലെ എനിക്കിത് അറിയില്ല, എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവര് പറഞ്ഞു തന്നെ ഡയലോഗ് തെറ്റിക്കാണ്ട് പറയുകയും വേണം. അതൊക്കെ പണിയുള്ള കേസ് ചെയ്തു. അപ്പൊ നിങ്ങള് വീഡിയോ ഇറങ്ങുന്ന സമയത്ത് കണ്ടിട്ട് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ. അതാണ് നമുക്ക് കമന്റ് രൂപത്തിലെല്ലാം അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായി. ഇത് നമ്മുടെ വണ്ടിയുടെ ഈ സാധനം മാറ്റിക്കാദ്യം ഇത് പറ്റൂലേ ഇനി, അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ഉള്ളിൽ തന്നെ കിടക്കേണ്ട വരും കേട്ടാ. ആ ഇതാണ് ജായ് സെറ്റപ്പ് പരിപാടി കേട്ടോ. എന്തായാലും അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഇതാ. കാരണം ആ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ മറിഞ്ഞു പോകുമ്പോഴേ നമുക്ക് അതെ 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 അത് അടിപൊളിയായിട്ടാ. കാരണം കുട്ടികൾ വന്നാലും വീഴുമെന്നോ ഒന്നും പേടി വേണ്ട. പിന്നെ ഈ ലോക്കിങ്ങിന്റെ സിസ്റ്റവും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊക്കെ ഒരു വെറൈറ്റിയാണ് സംഭവം അല്ലേ, സ്ട്രോങ്ങും ആണ്. അതെ അതെ. അപ്പോൾ വണ്ടിയുടെ ഉള്ളിലേക്ക് പോയി ഈ വണ്ടി ഓഫ് ചെയ്യാക്കാം അല്ലേ. പിന്നെ നമ്മുടെ കൊണ്ടുവന്നിട്ടുള്ള സീറ്റും കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ നമ്മുടെ കാറിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചേക്കാണ്, എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ പോണ സമയത്ത് വൈകുന്നേരം ആകുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അഖിലെല്ലാം എടുത്ത് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ശരിയാവും, ശരിയാക്കും. ഞങ്ങൾ വരും എല്ലാം ശരിയാക്കും എന്നാണ് നീ പറയണേ. അതെ അല്ലേ. അപ്പോൾ ദേ ഭായിമാർ നമ്മുടെ അവിടെ പണിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വരെ ഒന്ന് പോയി നോക്കട്ടെ. മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പണി എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഭായിമാർ. കണ്ടോ ഇതൊക്കെ വെൽഡിങ് ചെയ്തോണ്ടിരിക്കുകയാണ് കണ്ടോ. അപ്പോൾ അതൊക്കെ ഇനി ഉള്ളിൽ ക്ലാമ്പിട്ടും അതേപോലെ പട്ടയിട്ടും കുറേ പണിയുണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പണിയല്ല. ഭായിമാർ 2 ദിവസമായിട്ട് ഈ പട്ടയമലും അതുപോലെ തന്നെ പൈപ്പമലുള്ള പരിപാടിയാണ്. മുകളിൽ നിന്ന് കണ്ടോ വായു ഫുൾ ടൈം ഇതിന്റെ മുകളിൽ തന്നെയാണ്, ഇറങ്ങണില്ല. അവിടെയൊക്കെ കണ്ടില്ല ആ മൂല സംഭവങ്ങളൊക്കെ സൈസാക്കി എടുക്കണം. നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞാൽ ചേട്ടാ ഇനി നാളെ ഉള്ളൂ അല്ലേ. നാളെ നമ്മൾ പെയിന്റ് അടിക്കായി അല്ലേ, അടിക്കില്ലേ? ഒരു സന്തോഷത്തോടു കൂടി ചിരിയോട് കൂടിയുള്ള നല്ല മതി. നാളെ അല്ലെങ്കിൽ എപ്പോഴും അടിച്ചാൽ മതി, കുഴപ്പമില്ല. നാളെ ഇങ്ങനെ ഇനിയിപ്പോൾ അടിക്കില്ല എന്ന് പറയാന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ പെയിന്റ് അടിക്കില്ല. കാരണം ഇതിൻ്റെ വർക്ക് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് എന്താ പറയുക, അതിൻ്റെ മോൾഡ് എടുത്തിട്ട് മോൾഡ് ഇതിനകത്തേക്ക് സൂട്ടാക്കിയിട്ട് നമ്മൾ കുട്ടിയിട്ടിട്ട് വേണം പെയിന്റ് അടിക്കാൻ. അതല്ലേ ചേട്ടൻ ഉദ്ദേശിച്ചത്? അതുകൊണ്ടല്ല ആവില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മുകളിലത്തെ വർക്ക് കഴിഞ്ഞിട്ട് അടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടല്ലേ എനിക്ക് മനസ്സിലായി. ഇക്കാ ഞാൻ പെട്ടെന്ന് ആളോട് ചോദിച്ചേ നാളെ പെയിന്റ് അടിക്കില്ലേന്ന്. അപ്പൊ ആള് പേടിച്ചിട്ട് ഇനിയിപ്പോ എന്താ പറയാ, നാളെ പെയിന്റ് അടിക്കില്ല. അപ്പൊ എനിക്കും അറിയാലോ, പറഞ്ഞാ പെട്ടൂലോ എന്ന് വെച്ചിട്ട് ആള് സംഭവം ഇതിന്റെ പണി കഴിയാണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ അടിപൊളി നമ്മള് ഉദ്ദേശിച്ച ഒരു സാധനം കറക്റ്റായി ഒരു പ്രശ്നമില്ല. സംഭവം സൂപ്പറായി. ഇനി ഇതിപ്പോ ഇങ്ങനെയാവുമ്പോ അത്ര അറിയണില്ലേക്ക. ഇതെന്താ അറിയോ, ഇനിയിപ്പോ നമ്മുടെ ഇതില് ഈ ബ്ലാക്ക് വന്നിട്ടില്ലേ, ഇതേപോലെ ഫുൾ ആ കളർ വന്നു കഴിയുമ്പോ അപ്പൊ ആ ഷേപ്പ് അങ്ങോട്ട് വരുമ്പോ വേറെ ടൈപ്പ്. അതെ അതെ, അത് തന്നെയല്ല ഇതിന്റെ ഏറ്റവും വലിയ ഇതെന്താ വെച്ച് കഴിഞ്ഞാലേ, ഇപ്പൊ നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മറ്റുള്ള വണ്ടികൾ പോലെ തന്നെ തോന്നുള്ളൂ. അതായത് എന്താ പറയാ, നമ്മുടെ ലൈലന്റ് അല്ലെങ്കിൽ ടാറ്റയുടെ ഒക്കെ മുകളിൽ ടോപ്പ് നിൽക്കണ്ടല്ലോ, പക്ഷെ അതിന്റെ ഉള്ളിൽ ഈ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് എന്നുള്ള സംഭവം അറിയില്ല. കാരണം എന്താ വെച്ചാൽ ഇത് മൊത്തം നമ്മള് എന്താ പറയാ ഗ്രില്ലടിച്ച് എന്താ അതിന് പറയാ, അത് ഗ്രില്ല് എന്നല്ലേ പറയണേ. ആ ഗ്രില്ല് സാധനങ്ങൾ കയറ്റി വെക്കണം, ആ ഗ്രില്ല് ഇതിന്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ളത് അറിയില്ല. കാരിയർ, അതെ അതാണ് ആ പേര് ഞാൻ മറന്നുപോയി. കാരിയർ ഇതിന്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ള സംഭവം അറിയില്ല. കാരിയർ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഇത്. അത് ഫുൾ വർക്ക് കഴിയുമ്പോൾ പോയിരിക്കും നമ്മൾ അല്ലേ. ഇന്നലത്തെ വിട്ടിട്ട് അത് ഇനി നമ്മളുടെ മറ്റേ സൺഷൈഡും കൂടി ഇങ്ങോട്ട് വരുമ്പോ വണ്ടി ലേശം ബാക്കിലേക്ക് ഇറക്കിയിട്ട് നോക്കി കഴിഞ്ഞാലാണ് നമുക്ക് അതിന് ഫുൾ ഫിനിഷിങ് കാര്യങ്ങൾ അറിയുള്ളൂ. ഇപ്പൊ ശരിക്കും അങ്ങോട്ട് അറിയണില്ല. അത് ആൾക്കാർക്കും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല. ഇത് കാണുമ്പോൾ നമുക്ക് കാണുന്ന മനസ്സിലാവണ അത്ര അങ്ങോട്ട് ഒരു ഐഡിയ കിട്ടില്ല എന്ന്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറക്കിയിട്ടത് നമ്മൾ കാണിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ.
ആ സൈഡ് ഗ്യാപ്പ് അല്ലേ? ഇതേപോലെ ഇതല്ലേ ഇക്ക ഉദ്ദേശിച്ച? ഇതല്ലേ ഇക്ക? ഇതല്ലേ? എനിക്ക് മനസ്സിലായിരുന്നു. ആ ഉവ്വ. ആ ആ അടിപൊളിയാവും. അന്നൊരു കാര്യം ചെയ്താലോ ഇക്ക, അത് കൂടിയും പഠിച്ചാലോ? അന്നാ അത് കൂടി ആയിക്കോട്ടെ ഇക്ക. ആ ഞാൻ പിന്നെ ഇക്ക പറഞ്ഞില്ലേ AC-യുടെ മറ്റേ സംഭവേ. ആ ആ ആ ആ അതെ അല്ലേ? അപ്പൊ എന്നാ അങ്ങനെ ചെയ്താലോ? അപ്പൊ എന്നാ അത് കൂടി ചെയ്തോക്കാം ഇനിയിപ്പോ. ആ അപ്പൊ എന്നാ അത് കൂടി നമുക്ക് ഫിറ്റ് ചെയ്യാം എന്തായാലും. ഇതല്ലേ ഇക്ക് ഉദ്ദേശിച്ച? ആ ഞാൻ കണ്ടപ്പോ തന്നെ ആലോചിച്ചു ഇക്ക് ഉദ്ദേശിച്ച സൈസ് സാധനം ഇത് തന്നെയാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയും അതേപോലെ തന്നെ ഈ കണ്ടെയ്നറും തമ്മിൽ ഒന്നാന്ന് തോന്നാവുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഇത്. കണ്ടോ? അതെ അതെ. ആ ആ അപ്പൊ 2 ദിവസം വൈകിയാലും കുഴപ്പമില്ല. ആ സാധനം ഒന്ന് ഫിറ്റ് ചെയ്താലോ? അതാ ചെയ്യാം. എന്തായാലും ഇപ്പൊ ഇത് മോൾഡ് എടുക്കണമെങ്കിൽ നാളെ പണിയുണ്ട്. അതെ ഇതും അങ്ങ് നിൽക്കാം. അപ്പൊ ഇത് തീർന്ന സമയം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ഈ ഒരു സാധനം ചെയ്യും. അപ്പൊ എന്നാ അത് കൂടി ചെയ്തോക്കാം. ഇനിയിപ്പോ എന്തായാലും ഇത്രയായി. മറ്റേ പറഞ്ഞ പോലെ എന്തായാലും ചാടി വെള്ളത്തില് കുളിച്ചങ്ങോട്ട് കയറാം അല്ലേ? അപ്പൊ ഇനി ആ സംഭവം കൂടി ചെയ്തോ. 2 ദിവസം കൂടി വൈകിയാലും വേണ്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലേ ഇല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ സാധനം കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കയറുക? ആ സംഭവം നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കയറണമെങ്കിലും ബോഡിയുടെ മുകളിലേക്ക് കയറണമെങ്കിൽ പ്രയാസം വരും. അതിപ്പോ എങ്ങനെ ചെയ്യും അങ്ങനെ വരുമ്പോ? ആ അതെ അതെ. ഉവ്വ. ആ ഉവ്വ. അപ്പൊ എന്ത് ചെയ്യും അങ്ങനെ വരുമ്പോ? അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് ഇവിടെ നമ്മള് ഒരു സ്റ്റീലിന്റെ ഒരു ലാഡർ, സ്റ്റീലിന്റെ ലാഡർ കൊടുത്താൽ എങ്ങനെയുണ്ടാവും? സ്റ്റീലിന്റെ ലാഡർ അതിന്റെ മുകളിലേക്ക് കയറണത് അല്ലേ? കോണി പുറത്ത് ഇങ്ങനെ അതൊരു വേറൊരു ലുക്കാവും. ഇവിടെ നമ്മള് സ്ക്വയർ ട്യൂബ് സ്റ്റീല് മേടിച്ചു, സ്റ്റീൽ പൈപ്പ് വെച്ചിട്ട് ഇങ്ങനെ ട്രാവലർ കൊടുക്കുമല്ലോ. അങ്ങനെ കയറാൻ പറ്റൂന്നല്ലേ? കയറാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് കേറാനായിട്ടുള്ള ഒരു ഇല്ല. പിന്നെ അല്ലെങ്കിൽ നമ്മൾ കയറണമെന്നുണ്ടെങ്കിൽ തുറന്നിട്ട് ഇതിങ്ങനെ ഉള്ളിലേക്ക് കയറ്റുമ്പോൾ ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കിയിട്ട് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാവുന്നല്ലേ? പക്ഷെ എനിക്ക് ഈ കോണിയോട് യോജിപ്പില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അതെ അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ കോണി അതിൽ വെച്ച് കെട്ട് പോലത്തെ ഒരു ഫീൽ ആവും. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം. ഇവിടെ നമുക്ക് കയറാൻ ബുദ്ധിമുട്ട് ഇവിടെയാണല്ലോ വരുന്നത്. വേറെ എന്തെങ്കിലും മടക്കാൻ പറ്റുന്ന ഒരു സാധനം തുറന്നു നിർന്ന താഴത്തേക്ക് അല്ലെങ്കിൽ ഒരു ക്ലിപ്പിന്റെ ഉള്ളിലേക്ക് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെക്കാവുന്ന രീതിയിൽ 2 സ്റ്റെപ്പ് പോലെയോ ഹിഞ്ചസ് വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബാറ്ററി ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഉള്ള 2 ആംഗ്ലർ വെച്ചിട്ട് കൊടുത്താൽ ഇതിനെ ചവിട്ടിട്ട്. പക്ഷെ അതാ ഞാൻ പറയണത്. അപ്പൊ അങ്ങനെ വരുമ്പോ ബാറ്ററിക്ക് ഇതിന് തടസ്സം വരും. അത് മടക്കാവുന്ന നല്ല സംഭവം വേണക്ക. ഇല്ല അത് ഒരു എന്താ പറയാ ഒരു കുറ്റി പോലത്തെ ഒരു സാധനേ അങ്ങനെ ഇടണതാണെങ്കിൽ ചിലപ്പോ ധൃതി വിട്ടൊക്കെ പകുതി ഇട്ടുണ്ടാവില്ല. പല ഇങ്ങനെ മറിയുമ്പോൾ ഇത്ര നീളത്തിൽ വരുവേ. വണ്ടി പോകുമ്പോൾ നമുക്ക് ഇവിടെ കൊടുത്താലും ബാറ്ററി എടുക്കാം. ഞാൻ ഇനിയിപ്പോ അതിന്റെ ഉള്ളിൽ ടൈറ്റ് ആവോ എന്നുള്ളൊരു സംഭവത്തിലാണ്. പിന്നെ നോക്കി നോക്കാം നമുക്ക് പറ്റുകയാണെങ്കിൽ. ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ എന്തായാലും നമ്മളിപ്പോ എന്തായാലും ഇവിടെ ഒരു കമ്പി കൊടുത്ത് താഴത്തേക്ക് ഇതാവാൻ നിൽക്കണ്ട. ആ കമ്പി നമുക്ക് 2 ഇഞ്ചസ് കൊടുക്കേണ്ട വരുന്നുള്ളൂ. അത് മടക്കി വെക്കാവുന്ന രീതിയിൽ പറ്റൂക്ക. അത് നമ്മുടെ ഒരു ഐഡിയയിൽ നമുക്ക് പൂശാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ എന്തായാലും ഈ ഒരു സംഭവം ചെയ്ത് അതുകൂടി നമുക്ക് അപ്പൊ ആ മുകളിലെ ടോപ്പും ഇതൊക്കെ കൂടിയിട്ട് ഒരു പ്രത്യേക സ്റ്റൈൽ അങ്ങോട്ട് വരും വണ്ടി അല്ലെ? അപ്പൊ ആ ഒരു ഐഡിയ കൂടി ഇന്ന് നമ്മൾ ലൈൻ വെട്ടി. അപ്പൊ വണ്ടി ഇവിടുന്ന് പോക്കുണ്ടാവില്ല ലൈക്ക് ഓരോന്ന് കഴിയുമ്പോ ഞാൻ ഓരോ ഐഡിയകൾ പറഞ്ഞോണ്ടിരിക്കുക. ഇക്കേ പറയാ ഒരു മനസ്സിലുള്ള ഒരു കാര്യം ഞാനതല്ല വീണ്ടും ഇങ്ങനെ സമയം പോവാലോ വെച്ചിട്ടാ. പക്ഷെ ഇപ്പൊ ഞാൻ എന്താ അങ്ങനെ നോക്കണേന്ന് അതെ ഞാനിപ്പേ ഇക്ക പറഞ്ഞപ്പോ അതെന്താന്നറിയോ എന്തായാലും ഇതിന് നാളെ ഒരു സൈഡും വേണം. അപ്പൊ പിന്നെ ആ ഒരു സമയം കൊണ്ട് ഇവിടെ ആംഗ്ലർ ഉണ്ടാക്കി വെക്കാനായിട്ട് നാളെ വേറെ ഒരാൾ നിൽക്കുമ്പോ ഇതുകൂടി ഉണ്ടാക്കും. അപ്പൊ അതുകൂടി ആയിക്കോട്ടെ. ഇനിയിപ്പോ അതായിട്ട് നമ്മൾ ഇനി വേണ്ടെന്ന് വെക്കണ്ട.
ഇത് നേരെയാക്കണം, ചെയിനിട്ടിട്ട് വെച്ച് നേരെയാക്കണം. ചെറിയ ബെൻഡ് ഉണ്ട് അല്ലേ? ബെൻഡ് അത് ചൂടാക്കിയിട്ട് നാളെ നമുക്ക് പെയിന്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ അപ്പൊ എന്നാ അതും കൂടി ചെയ്യാം. അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ ആയിക്കോട്ടെ. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിലേ മറ്റേ ഇതും ചെയ്യാലോ, എന്നിട്ട് പറയാ തുറക്കടക്കം ചെയ്യണോണ്ട് AC വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും അതിന്റെ ഉള്ളിലെ വരണമെങ്കിൽ ഒരു പ്രശ്നമില്ലല്ലോ. ഇത് ഡോറാണ്, എന്തുകൊണ്ട് പണി ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ അവിടെ ഇതുവരെ കട്ട് ചെയ്തിട്ട് കൊടുക്കും, ഇങ്ങനെ കട്ടിങ് കൊടുക്കും, എയർവിന്റെ അവിടെ വരും. അപ്പൊ ഹോളും കൂടി ഇട്ടു കൊടുക്കും, അപ്പൊ അതിൽ കാറ്റും വലിച്ചെടുക്കും. ഓക്കെ. അപ്പൊ നമ്മൾ ഈ വളഞ്ഞു പോണ സാധനം അങ്ങോട്ടേക്ക് പോകും. ഇപ്പൊ ഈ ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ നമ്മുടെ, ഈ ഒരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ, ഈ ഒരു ഗ്യാപ്പ് ആ ക്യാബിന്റെ അവിടെ വരെ അങ്ങനെ വളഞ്ഞ് മുകളിലേക്ക് നിൽക്കും. അങ്ങനെയല്ലേ ഉണ്ടാവുക? വളഞ്ഞു നിൽക്കും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അതിന്റെ ബാക്ക് വശം ഉണ്ടല്ലോ, ബാക്ക് വശം കാരിയർ ബാക്കിലേക്ക് തള്ളി വരുമോ? അത് എങ്ങനെയാണ്? അല്ല, ഞാൻ ഈ ഗ്യാപ്പിലേക്ക് തള്ളി വരുമെന്നാണ് എന്റെ ചോദ്യം. അതായത് ഈ ഇത്ര ഗ്യാപ്പ് കൂടിയും ഇങ്ങോട്ടേക്ക് വരും? ഇല്ല, അത്രേ ഉള്ളൂ. ബാക്കി അങ്ങനെ വരുള്ളൂ അല്ലേ? ഓക്കെ. അപ്പൊ ഈ ക്യാബിനും ബോഡിയും തമ്മിലുള്ള ഒരു അകലം നമുക്ക് കാണാൻ പറ്റില്ല. രണ്ടും ഒരുമിച്ച് നിൽക്കണ പോലത്തെ ഒരു ഫീല് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യണത്. ഇപ്പൊ അതിർത്തി വെച്ച് കാണുമ്പോ തന്നെ മാറി, മൊത്തത്തിലുള്ള ലുക്ക് ഫുള്ള് മാറി, വേറൊരു ലെവലായി വണ്ടി. എന്ത് ഇനിയിപ്പോ ഓരോരോ ബാക്കിൽ നിന്നുള്ള മറ്റേ സാധനം ഇപ്പൊ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സാധനത്തിന് മുകളിൽ കയറുമ്പോ ലെവല് മാറി, മൊത്തത്തിൽ വേറെ ലുക്കായിട്ടോ. കണ്ട അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാവും. ഫുൾ കഴിയുമ്പോഴത്തേക്ക് ചെരിഞ്ഞിട്ടുള്ള സാധനങ്ങൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി പറയണ്ട. അത് മതി. ഭാരത് ബെൻസ് BS7 മോഡൽ ഒരു വണ്ടി ഇറക്കി. അതെ, അങ്ങനെ ആയിക്കോട്ടെ. നമുക്ക് ആ രീതിയിലാക്കും. BS6 വേണ്ട, BS6 നമ്മൾ കുറെ കൂടി അപ്ഗ്രേഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി അവർ ഇറക്കുകയാണെങ്കിൽ നമ്മളെ കണ്ട് ഇറക്കട്ടെ. ഭാരത് ബെൻസുകാർ നമ്മളെ കൊണ്ടുപോയി തല്ലിയാണോ പിടിച്ചിട്ടിട്ട്? ഒരേ വണ്ടികൾ വരാറുണ്ട്, പല സാധനം മേടിച്ചുകൊണ്ട് പോകാറുണ്ട്, പല പല വണ്ടികൾ വരാറുണ്ട് ഇവിടെ, പല പല രീതിയിൽ നമുക്ക് പല പല ഐഡിയകൾ നമ്മളെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി മുകളിലത്തെ പരിപാടികളും കാര്യങ്ങളും അപ്പൊ നാളെ ചെയ്യട്ടെ. അപ്പൊ നമുക്ക് 2 ദിവസം വൈകിയാലും കുഴപ്പമില്ല. അപ്പൊ നമ്മള് പറഞ്ഞ നമുക്ക് എന്തായാലും 2 ദിവസം വൈകി. അതെ, ആയിക്കോട്ടെ. അപ്പൊ അത് കൂടിയും കലക്ക്. അപ്പൊ പിന്നെ 2 ദിവസം വൈകിയാലും വേണ്ടില്ല. ഇനിയിപ്പൊ അതില്ലാണ്ട് പോകുമ്പോ അതായിട്ടില്ല എന്നുള്ളൊരു തോന്നല് വേണ്ട. അതെ, അതാണ് ആ വണ്ടിയുടെ ലുക്ക് ശരിക്കും പറഞ്ഞ. അതെ, സെപ്പറേറ്റ് നിൽക്കുക, ഒരുമിച്ച് അങ്ങോട്ട് നിൽക്കട്ടെ. ആയിക്കോട്ടെ. അപ്പൊ ഈ സെന്ററിലത്തെ ഗ്യാപ്പ് കൂടിയും എടുത്ത് നമ്മൾ ചെയ്യാൻ പോവാണ്. ഇനിയിപ്പോ എന്തായാലും പണിത് നിലയ്ക്ക് നന്നായിക്കോട്ടെ. കുറച്ച് കാശ് കൂടിയും കൂടുതൽ പോയാലും വേണ്ടില്ല, എല്ലാം സൂപ്പർ ആവട്ടേക്കാം അല്ലേ? എന്തായാലും കാര്യങ്ങൾ ഉഷാറാവട്ടെ. വണ്ടിയില് ആ ഒരു എന്തെങ്കിലും ആകുമ്പോ മുടക്കുണ്ടെങ്കിൽ അതിന്റെ ഒരു ഗുണം ആ വണ്ടി കാണാം. പിന്നില്ലേ, ഇപ്പൊ റോട്ടിക്കടെ പോകുമ്പോ ഒരു വെറൈറ്റി ആയിരിക്കുമല്ലോ. എല്ലാ വണ്ടിയും പോലെ ആവില്ലല്ലോ നമ്മുടെ വണ്ടി നിൽക്കുക. നമ്മുടെ വണ്ടി വ്ലോഗൊക്കെ ചെയ്യുന്നോണ്ട് എപ്പോഴും പല ശ്രദ്ധിക്കുമല്ലോ. അതെ, അപ്പൊ അത് നല്ല വണ്ടിയാന്നുള്ളത് പറയണം, അല്ലാണ്ട് വെട്ടിക്കൂട്ട് വണ്ടിയാന്നുള്ളത് പറയരുത്. അതെ, സന്തോഷായി. അപ്പൊ ഞാൻ പറയും, നേരെ പൊക്കോ, നജീബിക്കയുടെ പേര് പറഞ്ഞോ, അല്ല പ്രതീഷിന്റെ പേര് പറഞ്ഞോ, നജീബിക്കയുടെ വർക്ക്ഷോപ്പിൽ പോയിട്ട് ഇതേപോലെ പൊരിച്ചു തരാൻ പറഞ്ഞാൽ മതി എന്ന് പറയും. അപ്പൊ ഇക്ക പണിത് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ ഭായിമാര് സമയമൊക്കെ കഴിഞ്ഞോട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, എന്നിട്ടും പൊരിക്കുക തന്നെയാണ് ഭായിമാര്. കാരണം ഓവർ ടൈം എടുത്തിട്ടായാലും പണി അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്ത് ഒറ്റയടിക്ക് തീർക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉപകാരമാണ്, പെട്ടെന്ന് വണ്ടി ഇറക്കി പോകാൻ പറ്റും. അപ്പൊ അത് അങ്ങനെ ചെയ്ത് പൊരിക്കട്ടെ. അല്ല, ഭായി നമ്മുടെ മുകളിലത്തെ സാധനമൊക്കെ കട്ട് ചെയ്ത് എടുത്തു കേട്ടോ. ആ ഗ്രില്ലൊക്കെ കട്ട് ചെയ്തെടുത്ത് ഭായി ചെയ്യുന്ന പണി വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. മുകളിൽ നേരത്തെ കണ്ടതിനേക്കാളും വ്യത്യസ്തമായിട്ട് വേറെ പൈപ്പൊക്കെ ആംഗിളർ അടിച്ച് കൂട്ടിയതിന് ശേഷമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ആൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലത്തെ ആ നമ്മളുടെ കാരിയറിൻ്റെ ബാക്ക് സൈഡ് അങ്ങനെ പൊട്ടിച്ചു. ഇനി നമ്മളുടെ അവിടെ വെച്ചിട്ടുള്ള തകിട് അതുകൂടിയും ബാക്കിലേക്ക് ആയിട്ട് അതുമല്ലാണ് അടിക്കാനുള്ള പരിപാടി. അപ്പോൾ നമ്മളുടെ ഈ ഉള്ളിൽ വരുന്ന സ്റ്റോറേജ് കാരിയർ ഉണ്ടല്ലോ, അത് വലിയ സ്പേസായി. അതായത് ഇവിടെ നിന്ന് മുതൽ തുടങ്ങിയിട്ട് നമ്മുടെ ഗ്ലാസിൻ്റെ അവിടെ നിന്ന് മുതൽ ഇങ്ങ് തുടങ്ങി ഏറ്റവും വരെ ഇപ്പോൾ സ്റ്റോറേജ് സ്പേസായി. ഇപ്പോൾ എന്താ പറയുക, കയറും പായ എന്തോരം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, നമുക്ക് നീട്ടി അങ്ങോട്ട് ഇടാനുള്ള സൗകര്യമായി. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ AC ഇവിടെ വെച്ചുകൊണ്ട് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് തോന്നണം. അപ്പോൾ അതും നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ അടിപൊളിയായി. പിന്നെ ഈ മൂലയൊക്കെയാണ് ഒന്ന് ഷേപ്പ് ചെയ്യാനുള്ളത്. ആ വക പണികളൊക്കെ ഇനി ചെയ്യാനുണ്ട്. പിന്നെ മൊത്തത്തിലൊന്ന് ഷേപ്പ് അടിച്ച് കട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മൂല ഒന്ന് ചെറുതായിട്ട് കണ്ടോ ഒന്ന് കട്ട് ചെയ്തെടുക്കാണ്ട് ഇത്ര മാത്രമാണുള്ളൂ. പിന്നെ അതേ മുകളിൽ നമ്മൾ ഓരോ സൈഡ് ഷോ ചെയ്ത് ഇനി മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമത്തിലാണ്. അപ്പോൾ 2 ദിവസം വൈകിയാലും ഈ സംഭവം ഭംഗിയാവും എന്നുള്ള നിലയ്ക്ക് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബായി ഓരോന്ന് കട്ട് ചെയ്ത് നീളം കൂട്ടിക്കൊണ്ടിരിക്കുക. അത് ഈ പൈപ്പില്ലേ, ഈ പൈപ്പ് നമ്മുടെ ഈ പോയിട്ടുള്ള പൈപ്പ് അവിടെ നിന്ന്
ഇനി ഓരോ ഡിഗ്രിയും കൂട്ടി ബാക്കിലേക്ക് കൊണ്ടുപോകും. അതുപോലെ തന്നെ ഇതേപോലത്തെ ഒരു പട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് അവിടെ അടിക്കും. അപ്പോൾ ഇതേപോലത്തെ കല്ലുകൾ ഒരേ അടിക്കും കൂടി ഉള്ളത് സംഭവം നീളത്തിൽ അപ്പുറത്തേക്ക് കയറ്റി അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെൽഡിങ്ങിൻ്റെ യൂണിറ്റും സാധനങ്ങളൊക്കെ മുകളിലേക്ക് കയറ്റി വെച്ചു. അതുപോലെ ഗ്രൈൻഡറും സാധനങ്ങളും ഒക്കെ ഫുള്ള് ഇതിൻ്റെ മുകളിലാണ്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് തീരുമാനിച്ചത് മറ്റേ അജ്മിയുടെ വണ്ടികളുടെ അതേപോലെ ഈ വണ്ടികളുടെ ഒക്കെ പോലെ സൈഡും കൂടി ഇങ്ങനെ ചേരിച്ച് ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു. ഇനിയിപ്പോൾ അത് മാത്രമായിട്ട് കുറയ്ക്കണ്ട, എല്ലാം ആയിക്കോട്ടെ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കുറഞ്ഞു പോയെന്ന് വിചാരിച്ച് നമ്മൾ രണ്ടാമത് വന്ന് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ചെയ്യാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഈ ഒരൊറ്റ പ്രാവശ്യത്തിൽ എല്ലാ പണിയും അങ്ങോട്ട് തീർത്ത് അങ്ങോട്ട് പോകാമെന്നുള്ള തീരുമാനത്തിൽ ലാസ്റ്റ് എത്തി. ഇപ്പോൾ എന്തായാലും ഈ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഞാൻ എൻ്റെ ഫോണിലെ ചാർജ് തീരെ കുറഞ്ഞ് കൊണ്ടുപോയിട്ട് ഫോൺ ചാർജിൽ ഒന്ന് കുത്തിയെത്താം. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ കണ്ട വണ്ടിയുടെ ടോപ്പ് ഉണ്ട്, പാരഗൻസിൻ്റെ 2 പാരഗൻസ് എ സിയുടെ ഇതുണ്ട്, മുകളിലാണ് മൊത്തം നിൽക്കുന്നത്. വലിയൊരു വണ്ടിയുടെ എ സി എങ്ങനെയാണോ അതേ സെയിം തന്നെയാണ് കേട്ടോ ഇതിൻ്റെ എ സി. അത്ര വലിപ്പത്തിലുള്ള എ സി വെച്ചിട്ടുള്ളത്. വെൽഡ് ചെയ്യുമ്പോൾ മൊത്തത്തിലുള്ള ലൈറ്റില്ലേ മങ്ങി പോകണം. നിലവിൽ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ ഫോൺ ചാർജിലിടാൻ പോവാം. അപ്പോൾ ഒരുവിധം വർക്ക് ഗ്രില്ലിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഗ്രില്ലൊക്കെ ഇതേ കണ്ടില്ല, ഗ്രില്ല് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കൗള് കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ ബോണറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ കോട്ട് ചെയ്തത് ഇട്ട് ഒരച്ചുണ്ട്. ഇനി പെയിൻറ്റ് അടിക്കാനാണ് ഉള്ളൂ. അതിപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഫുൾ പെയിൻറ്റ് ഇനി ചെയ്യലുണ്ടാവുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ സീറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ആ ഗില്ലിൻ്റെ അടുത്ത് ഇറക്കാനായിട്ട് പറയട്ടെ. സീറ്റും കാര്യങ്ങളും ഇറക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കയ്യോടെ പോവുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എല്ലാ പരിപാടികളും അവസാനിപ്പിച്ചു. ഇനി ബാക്കിയുള്ള പരിപാടി നാളെ ചെയ്യാനൊക്കെ. അപ്പോൾ നാളെ നമ്മൾ പറഞ്ഞ പോലെ സൈഡ് സംഭവം സെറ്റ് ചെയ്യും. അതുപോലെ മറ്റേ മുകളിലേക്കും പിന്നെ പെയിന്റിങ് ഇനി നാളെ ഉണ്ടാവില്ല. അല്ല, നമ്മൾ നാളെ ഫൈബറിൽ ഇതെല്ലാം ഗ്രൈൻഡ് സെറ്റ് ചെയ്ത് പെയിന്റർമാരെ റെഡി ആക്കി എന്നിട്ട് നമുക്ക് മോൾഡ് എടുക്കാം. എന്നിട്ട് ബാക്കിലെ ബ്രേക്കിന്റെ റെഡിയാക്കും. നാളെ ഇത്തിരി വൈകുന്നേരം തീർക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നാളെയാണ് ചെയ്യുന്നത്. അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ട് അല്ലേ. അപ്പോൾ അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ.